ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. KAS Mentor യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെക്രട്ടറി അസിസ്റ്റൻറ്റ് മെയിൻസ് പരീക്ഷയുടെ അവസാന വട്ട ഒരുക്കങ്ങളിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പേപ്പർ 2-ൽ ഉള്ള പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഈ രണ്ട് പോർഷൻ ഉണ്ടായിരുന്നു. രണ്ടിനകത്തും കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് PSC വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനിലും മാനേജ്മെൻറ്റിലും വരുന്ന ടോപ്പിക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ PSC ഇതിനു മുമ്പേ വിവിധ സ്പെഷ്യലിസ്റ്റ് പരീക്ഷകൾക്കും അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഡെലഗേഷൻ പ്രിൻസിപ്പിൾ. ഡെലഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് ഒരു അധികാരം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഒരു ലെവലിൽ നിന്ന് തൊട്ട് താഴെയുള്ള ലെവലിലേക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെലഗേഷൻ എന്ന് പറയുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇതാണ്: സോ ഡെലഗേഷൻ ഡിക്രീസസ് അക്കൗണ്ടബിലിറ്റി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു തീരുമാനമെടുക്കാനുള്ള ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഡിക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. നമ്മൾ അവിടെ അക്കൗണ്ടബിലിറ്റി താഴെ ലെവലിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അവിടെ അക്കൗണ്ടബിലിറ്റി ഡിക്രീസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണെന്ന് പറയാം. അതോറിറ്റി ഷുഡ് ബി ഈക്വൽ അതോറിറ്റി ഷുഡ് ഹാവ് ഈക്വൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. അതായത് അതോറിറ്റിയുള്ള ആളുകൾക്ക് എന്തുണ്ടായിരിക്കണം? റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. സോ അതാണ് ശരിക്കും എന്ന് പറയുന്നത് ഡെലഗേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ അവിടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പവർ അതോറിറ്റി മാത്രമല്ല കൊടുക്കുന്നത്, അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടെ കൊടുക്കുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. തേർഡ്, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇസ് എസെൻഷ്യൽ ഫോർ ഡെലഗേഷൻ. കൃത്യമായിട്ട് ഡെലിഗേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതും എന്താണ്? ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് പറയാം. ഡെലിഗേഷൻ ഷുഡ് ഇൻക്ലൂഡ് റിസോഴ്സസ് നീഡഡ് ടു കംപ്ലീറ്റ് ദ ടാസ്ക്. സോ ഡെലിഗേഷൻ റിസോഴ്സസ് ഡെലിഗേഷൻ നടത്തിയാൽ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള റിസോഴ്സ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണ്? ശരിയാണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ബി ആണ് ആൻസർ ആയിട്ട് വരിക. സോ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സെൻട്രലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് സെൻട്രലൈസേഷൻ. ഓൾ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. ഇറ്റ് ലീഡ് ടു ക്വിക്കർ ഡിസിഷൻ മേക്കിംഗ് അറ്റ് ലോവർ ലെവൽ ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോളർ ഓർഗനൈസേഷൻ. സെൻട്രലൈസേഷൻ നമ്മുടെ കേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. സോ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. അതെന്താണ്? സെൻട്രലൈസേഷനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇറ്റ് ലീഡ് ടു ക്വിക്കർ ഡിസിഷൻ മേക്കിംഗ് അറ്റ് ലോവർ ലെവൽ. ഒരിക്കലും സെൻട്രലൈസേഷൻ കാരണം താഴെ ലെവലിലുള്ള മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. അവർക്ക് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഉണ്ടാവില്ല. എല്ലാ ഡിസിഷൻ മേക്കിംഗ് പവറും നമ്മൾ സെൻട്രലൈസ്ഡ് ആയിരിക്കും ഉണ്ടാവുക. സോ അവിടെ ലോവർ ലെവലിൽ ഡിസിഷൻ മേക്കിംഗ് പവർ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ക്വിക്കർ ആക്കും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ആക്ച്വലി തെറ്റാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ. സ്മോൾ ഓർഗനൈസേഷൻസിന് എന്താണ്? സെൻട്രലൈസേഷൻ ആണ് നല്ലത്. ആകെ 2 അതിലധികം അല്ലെങ്കിൽ ഒരു 3-4 ആളുകളൊക്കെ ഉള്ള ചെറിയ ഓർഗനൈസേഷൻ ആണ് ഉള്ളത് എങ്കിൽ അവിടെ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടെ സ്യൂട്ട് ആയിട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള സ്മോൾ ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ്റെ വലുപ്പം കൂടുന്തോറും ഏറ്റവും നല്ലത് എന്താണ്? മറ്റ് സെൻട്രലൈസ്ഡ് അല്ലാത്ത മറ്റ് സ്ട്രക്ചേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. സോ 1ഉം 3ഉം ശരിയാണ്. സെക്കൻഡ് എന്താണ്? തെറ്റാണ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്തത്, ഇൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ലൈൻ ഫംഗ്ഷൻ ആർ പ്രൈമറിലി റിലേറ്റഡ് ടു. സോ ലൈൻ അതോറിറ്റി അല്ലെങ്കിൽ ലൈൻ സ്ട്രക്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമ്മൾ 2 തരത്തിലുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറുകൾ പഠിച്ചിരുന്നു. അതിനകത്തൊന്നാണ് ലൈൻ അതോറിറ്റിയും സ്റ്റാഫ് അതോറിറ്റിയും, അല്ലെങ്കിൽ ലൈൻ ആൻഡ് സ്റ്റാഫ് അതോറിറ്റി എന്നൊക്കെ പറയുന്നത്. സോ ലൈൻ സ്ട്രക്ചേഴ്സ് ഒന്നാണ്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേറൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. സോ അതിനകത്ത് ലൈൻ അതോറിറ്റിയുടെ ജോലി അതിൻ്റെ പ്രൈമറി അത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു ചോദ്യം. സോ ഇറ്റ് സപ്പോർട്ട് ആക്ടിവിറ്റീസ് ലൈക്ക് HR ആൻഡ് ഫിനാൻസ്. ശരിക്കും ലൈൻ അതോറിറ്റി ചെയ്യുന്ന ജോലി എന്ന് പറയുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമാണ് ആർക്കുള്ളത്? നമ്മുടെ ലൈൻ അതോറിറ്റിക്കുള്ളത്. സ്റ്റാഫ് അതോറിറ്റി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ലൈൻ അതോറിറ്റിക്ക് അഡ്വൈസ് കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ പറയുന്നത് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൈൻ അതോറിറ്റിയുടെ കോർ ആക്ടിവിറ്റീസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾ. കുറച്ചുകൂടെ തീരുമാനം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷൻ ഗോളിലേക്ക് എത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയാണെന്ന് പറയുന്നത് ലൈൻ ഫംഗ്ഷൻ്റെ പ്രൈമറി ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. സോ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഈ എക്സ്റ്റേണൽ കൺസൾട്ടൻസ് എന്താണ്? ഒരു സ്റ്റാഫ് അതോറിറ്റി അല്ലെങ്കിൽ എന്താണ് എക്സ്പെർട്ടൈസ് കൊടുക്കുന്ന ഒരു വിഭാഗമാണ്. HR ഫൈനാൻസ് എന്താണ്? സ്പെഷ്യലൈസേഷൻ വേണ്ട ഒരു വിഭാഗമാണ്.
റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണ്? സ്പെഷ്യലൈസേഷൻ ആവശ്യമായിട്ടുള്ള ഒരു വിഭാഗമാണ്. സോ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സോ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമ്മൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ ലൈൻ അതോറിറ്റി ഉണ്ട്, അതായത് അവിടെ ലൈൻ ഫംഗ്ഷൻസ് മാത്രമേ ഉള്ളൂ, ആ ഹയറാർക്കി മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനെയാണ് നമ്മൾ ലൈൻ അതോറിറ്റി എന്ന് പറയുന്നത്. അടുത്താണ് ലൈൻ ആൻഡ് സ്റ്റാഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അവിടെ ലൈൻ അതോറിറ്റി ഉണ്ടാവും, ലൈൻ അതോറിറ്റിനെ സഹായിക്കാനായിട്ട് ഓരോ ലെവലും നമുക്ക് കുറച്ച് സ്റ്റാഫ് ഫംഗ്ഷണറീസും ഉണ്ടാവും. സോ ലൈൻ അതോറിറ്റി ഡിസിഷൻ മേക്കിംഗ് ചെയ്യും, സ്റ്റാഫ് അതോറിറ്റി എന്ത് ചെയ്യും? അവർക്ക് സപ്പോർട്ട് കൊടുക്കും, അത് മാത്രമല്ല അഡ്വൈസ് കൊടുക്കും. അതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇതല്ലാതെ മറ്റുള്ള ഒരു നമ്മുടെ ക്ലാസിക്കൽ തിങ്കേഴ്സുമായിട്ടും അല്ലെങ്കിൽ ക്ലാസിക്കൽ ഇറയിലൊക്കെ കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്നും കാണപ്പെടുന്ന അല്ലെങ്കിൽ ക്ലാസിക്കൽ ഇറ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു തരത്തിലുള്ള ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണെന്ന് പറയുന്നത് നമ്മുടെ ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ബ്യൂറോക്രസി, അതായത് മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് ആയിരിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. അത്തരത്തിലുള്ളൊരു ഹൈറാർക്കിയുള്ള ഫോർമൽ ഹൈറാർക്കിയുള്ള മെറിറ്റ് ബേസ്ഡ് അപ്പോയിൻമെൻ്റ് ഉള്ള അത്തരത്തിലുള്ളൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണെന്ന് പറയുന്നത് നമ്മുടെ ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ഈ ചോദ്യം. റിജിഡ് റൂൾ മേക്കിംഗ് ആയിരിക്കും, അവിടെ ഫ്ലെക്സിബിലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ കോർ ഫീച്ചർ എന്ന് പറയുന്നത്. സോ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല? ഹൈ ഫ്ലെക്സിബിലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതല്ല. അടുത്തെന്താണ്? ക്ലിയർലി ഡിഫൈൻഡ് റൂൾസ് ആൻഡ് ഹൈറാർക്കി. കൃത്യമായിട്ട് റൂൾസും ഹൈറാർക്കിയും എന്തായിരിക്കും? ഡിഫൈൻഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണ് കാണാൻ വേണ്ടി പറ്റുക? ഇത്തരത്തിലുള്ള ഹൈറാർക്കിയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റ് ആണ് എന്ന് പറയാം. സോ ഇതിനകത്ത് പിന്നെ സംശയങ്ങളൊന്നുമില്ല, ആൻസർ എന്താണ്? ബി ആണ് ഇതിനകത്ത് വരിക. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനലുകളല്ല എവിടെ ഉണ്ടാവുക? നമ്മുടെ ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഉണ്ടാവുക. അവിടെ ഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസിനാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. സ്ട്രിക്റ്റ് ഹൈറാർക്കി അല്ലെങ്കിൽ റിജിഡിറ്റി ഫോളോ ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത്. സോ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആയിരിക്കും ഉണ്ടാവുക. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ലാക്ക് ഓഫ് ഫോർമലൈസ്ഡ് ജോബ് റോൾസ് അല്ല, അവിടെ കംപ്ലീറ്റ്ലി ഫോർമലൈസ്ഡ് ആയിട്ടുള്ള ജോബ് റോളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ലാക്ക് ഓഫ് ഫോർമലൈസ്ഡ് ജോബ് റോളുകൾ അല്ല ഉണ്ടാവുക, അവിടെ ഫോർമലൈസ്ഡ് ജോബ് റോളുകൾ ഉണ്ടാവുകയാണ് ചെയ്യുക. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബി മാത്രമാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻസ്? ബി ആണ് ഇതിൻ്റെ ആൻസർ. ആൻഡ് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നാണ് ചോദിച്ചത്. അടുത്ത ഒരു തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെന്ന് പറയുന്നത് മെട്രിക്സ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ് മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? നമ്മുടെ ഫംഗ്ഷണൽ അതോറിറ്റിയും പ്രൊജക്ട് ഓർഗനൈസേഷനും, അതായത് തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ള ഫംഗ്ഷണൽ അതോറിറ്റിയും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊജക്ട് ഓർഗനൈസേഷൻ്റെ ഒരു മിക്സ് ആണ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അവിടെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഒരു മിക്സ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. മാത്സിൽ നിങ്ങൾ മെട്രിക്സ് കണ്ടിട്ടുണ്ടാവും. എന്താണ് മെട്രിക്സ്? നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. സോ ഇത്തരത്തിലാണ് എന്തുണ്ടാവുക? മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവുക. സോ അവിടെ രണ്ട് തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവും. സോ അതിന് പേര് തന്നെ ഉണ്ട്, എന്താണ്? മെട്രിക്സ് ആണ്. സോ രണ്ട് ഡിഫറെൻറ്റ് അതോറിറ്റീസ് അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെന്ന് പറയുന്നത് അവിടെ മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അവിടെ എന്താണ്? ക്ലിയർ ആൻഡ് അൺഅംബിഗസ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് അല്ല ഉണ്ടാവുക. ഓക്കെ, അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. രണ്ട് തരത്തിലുള്ള അതോറിറ്റി, ഒരേ ഓർഗനൈസേഷനിൽ തന്നെ രണ്ട് അതോറിറ്റി അല്ലെങ്കിൽ രണ്ട് കമാൻഡ് സെൻറ്ററുകൾ ഉണ്ടാവും. സോ അവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് അല്ല ഉണ്ടാവുക, ഡുവൽ കമാൻഡുകളാണ് ഉണ്ടാവുക. സോ രണ്ട് ആളുകൾ, ഒരു ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഒരു വർക്കിനെ നിയന്ത്രിക്കുന്ന രണ്ടാളുകളാണ് അവിടെ ഉണ്ടാവുക. സോ അവിടെ എന്തുണ്ടാവില്ല? ക്ലിയർ ആൻഡ് അൺആംബിഗസ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാകില്ല, അൺക്ലിയർ ആയിരിക്കും. ആർക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള സംശയം ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത്തരത്തിലുള്ള മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ കാണാൻ വേണ്ടി പറ്റും. സോ എ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ബി സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഡുവൽ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഫോർ എംപ്ലോയീസ്, അതായത് എംപ്ലോയീസ് ഈ സ്ട്രക്ചേഴ്സിനെയും ഫംഗ്ഷണൽ അതോറിറ്റിയുടെയും പ്രൊജക്ട് സ്ട്രക്ചേഴ്സിൻ്റെയും ഹെഡ്സിനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. സോ അവിടെ നിന്നുണ്ടാവും ഡുവൽ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് അവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ബി സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് അവിടെ ഉണ്ടാകില്ല. കാരണം എന്ന് പറയുന്നതാണ് രണ്ട് ഹെഡുകൾ ഉണ്ടാവും. ഒരു ഒറ്റ സെൻറ്ററിലേക്ക് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുന്നത് ആയിരിക്കില്ല മെട്രിക്സ് ഓർഗനൈസേഷനിൽ. അവിടെ രണ്ട് അതോറിറ്റികൾ കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും അവിടുത്തെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷണൽ യൂണിറ്റ്സ് ആയിരിക്കില്ല. കാരണം അവിടെ എന്താണ്? രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഒരു ജോലിക്ക് വേണ്ടി വർക്ക് ചെയ്യാണ്. സോ അവർ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ് അവിടെ കാണാൻ വേണ്ടി പറ്റുക. സോ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല, ഇൻ്റർ ഡിപ്പെൻഡൻസ് ആയിരിക്കും അവിടെ കാണാൻ വേണ്ടി പറ്റുക. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്തെന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ അബൌട്ട് പ്ലാൻസ്? പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? സോ അവിടെ പ്ലാൻസിനെ
അതായത് പ്ലാനിനെ നമ്മൾ 3 ആയിട്ടാണ് മെയിൻലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു എന്താണ് സ്ട്രാറ്റജിക് പ്ലാൻ, ടാക്ടിക്കൽ പ്ലാൻ ആൻഡ് ഓപ്പറേഷണൽ പ്ലാൻ. അങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ പ്ലാൻസിനെ തരംതിരിച്ചിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമാണിത്. ഒരു തരത്തിൽ പ്ലാനിനെ തരംതിരിച്ചിരിക്കുന്നത് സ്ട്രാറ്റജിക്, ടാക്ടിക്കൽ ആൻഡ് ഓപ്പറേഷണൽ പ്ലാൻ ആണ്. സ്ട്രാറ്റജിക് പ്ലാൻ ആണ് ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കുന്ന പ്ലാനുകൾ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ലോങ് ടേമിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും സ്ട്രാറ്റജിക് പ്ലാനുകൾ എന്ന് പറയുന്നത്. ടാക്ടിക്കൽ പ്ലാനുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ മീഡിയം ടേമിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അതേ സമയത്ത് ഓപ്പറേഷണൽ പ്ലാനുകൾ എന്ന് പറയുന്നത് സൂപ്പർവൈസേഴ്സ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുണ്ടാവുക, ഇത്തരത്തിലുള്ള ഓപ്പറേഷണൽ പ്ലാനുകൾ ഉണ്ടായിട്ടുണ്ടാവുക. സോ അതാണ് ഈ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറയുന്നത് നോക്കാം. സ്ട്രാറ്റജിക് പ്ലാൻ ആർ ഷോർട്ട് ടേം ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രാറ്റജിക് പ്ലാനുകൾ എന്ന് പറയുന്നത് എന്താണ്, ലോങ് ടേം നേച്ചറിൽ കാണപ്പെടുന്ന പ്ലാനുകളാണെന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനുകൾ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബിയും ഡിയും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ബാക്കിയുള്ളത് 2 എന്തായാലും ശരിയാണെന്ന് പറയുന്നു. ഓപ്പറേഷണൽ പ്ലാൻ ഫോക്കസ് ഓൺ ഡേ ടു ഡേ ഓപ്പറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ഓപ്പറേഷണൽ പ്ലാൻ എന്താണ്, ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. സോ ഓപ്പറേഷണൽ പ്ലാൻ ഫോക്കസ് ഓൺ ഡേ ടു ഡേ ഓപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണ്. നമ്മൾ ഓപ്ഷൻ പ്രകാരവും അത് എന്തായാലും ശരിയാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ്, ടാക്ടിക്കൽ പ്ലാൻസ് ആർ ബ്രോഡർ ദാൻ സ്ട്രാറ്റജിക് പ്ലാൻ. ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ ഓപ്ഷൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണുള്ളത്. ടാക്ടിക്കൽ പ്ലാൻ എന്താണ്, സ്ട്രാറ്റജിക് പ്ലാനിനേക്കാൾ ചെറുതാണ്. അല്ലെങ്കിൽ ടാക്ടിക്കൽ പ്ലാൻ ബേസ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്, ഈ ഒരു സ്ട്രാറ്റജിക് പ്ലാനുമായിട്ട് നിൽക്കുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിനനുസരിച്ചാണ് നമ്മൾ ടാക്ടിക്കൽ പ്ലാൻ ഉണ്ടാക്കുക തന്നെ ചെയ്യുക. സോ സ്ട്രാറ്റജിക് പ്ലാൻ ലോങ് ടേം ആണ്, ടാക്ടിക്കൽ പ്ലാൻ അതിനേക്കാൾ ഒരു മീഡിയം ടേമിലുള്ള പ്ലാനുകളാണ്. സോ ടാക്ടിക്കൽ പ്ലാനുകൾ സ്ട്രാറ്റജിക് പ്ലാനിന് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ശരിക്കും എന്താണ്, സ്ട്രാറ്റജിക് പ്ലാനാണ് ടാക്ടിക്കൽ പ്ലാനിനേക്കാൾ ബ്രോഡ് ആയിട്ടുള്ള പ്ലാനുകൾ എന്ന് പറയുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. അടുത്തത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, കണ്ടീജൻസി പ്ലാൻ പ്രിപ്പയർ ഓർഗനൈസേഷൻ ഫോർ ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ്. കണ്ടീജൻസി പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ ഭാവി മുൻകൂട്ടി കണ്ട് ഭാവിയിലേക്ക് നമ്മൾ എന്തൊക്കെ ഓർഗനൈസേഷനിൽ മാറ്റം വരുത്തണോ അല്ലെങ്കിൽ ഭാവിക്ക് അനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആക്കി ഉണ്ടാക്കുന്ന പ്ലാനുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് കണ്ടീജൻസി പ്ലാനുകൾ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള കണ്ടീജൻസി പ്ലാനുകൾ ഭാവിയിലുള്ള അൺസർട്ടനിറ്റീസിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനുകളായിരിക്കും. അതാണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്. സോ ആൻസർ എന്താണ് വരിക, 2 and 4 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ 2 and 4 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്തത്, which of the following statement about span of control is correct? സ്പാൻ ഓഫ് കൺട്രോൾ അഥവാ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയും. സോ ഈ സ്പാൻ ഓഫ് കൺട്രോളായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ് ശരിക്കും സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഒരു മാനേജർക്ക് എത്ര സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിൻ്റെ നമ്പറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ അഥവാ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോർമുല ഉണ്ട്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഗ്രേ-കുനാഫ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേ-കുനാഫ് ഫോർമുല എന്ന് പറഞ്ഞാൽ സ്പാൻ ഓഫ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോർമുലയാണ് ഗ്രേ-കുനാഫ് ഫോർമുല എന്ന് പറയുന്നത്. സോ എന്താണ് ഈ സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്? സ്പാൻ ഓഫ് കൺട്രോൾ റെഫേഴ്സ് ടു നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് റിപ്പോർട്ടിംഗ് ടു എ മാനേജർ. കറക്റ്റ് ആണ്, ഒരു മാനേജേഴ്സിന് എത്ര സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ഒരു മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ ആ നമ്പറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ റിസൾട്ട് ഇൻ ടോൾ ഓർഗനൈസേഷൻ. സോ സ്പാൻ ഓഫ് കൺട്രോൾ നമുക്ക് നോക്കി നോക്കാം. ഒരു ഓർഗനൈസേഷനിൽ 100 ആളുകളുണ്ട്. സോ ഒരു വൈഡർ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു മാനേജർക്ക് ഗുഡ് നമ്പർ ഓഫ്, അതായത് വലിയ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും എങ്കിൽ അതെന്താണ്, വൈഡർ സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. ഒരു മാനേജർക്ക് മിനിമം നമ്പർ 1 2 അല്ലെങ്കിൽ ചുരുങ്ങിയ നമ്പർ ഓഫ് മാനേജേഴ്സിന് മാത്രമേ സബോർഡിനേറ്റ്സിനെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എങ്കിൽ അതെന്താണ്, നാരോ സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. സോ 100 പേരുള്ള ഒരു ഓർഗനൈസേഷൻ, അതിനകത്ത് മാനേജർക്ക് എന്താണുള്ളത്, വൈഡർ സ്പാൻ ഓഫ് കൺട്രോൾ ആണ് ഉള്ളത് എങ്കിൽ ഒരു മാനേജർ കീഴിൽ കൂടുതൽ ജീവനക്കാർ ഉണ്ടാവും അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് ഉണ്ടാവും. സോ അവിടെ സ്ട്രക്ചേഴ്സ് എന്താവുകയാണ് ചെയ്യുക, ഫ്ലാറ്റൺ ചെയ്യുകയാണ് ചെയ്യുക, അല്ലാതെ ടോൾ ആവുകയല്ല ചെയ്യുക, അതായത് വലുതാവുകയല്ല ചെയ്യുക, ഫ്ലാറ്റൺ ചെയ്യുകയാണ് ചെയ്യുക. നാരോ സ്പാൻ ഓഫ് കൺട്രോൾ ആണെങ്കിൽ അവിടെ ഒരു മാനേജർ കീഴിൽ ചുരുങ്ങിയ നമ്പർ ഓഫ് ജീവനക്കാർക്ക് മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. സോ അവിടെ എന്തായിരിക്കും, ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ലെവൽസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ അവിടെ ആ നാരോ സ്പാൻ ഓഫ് കൺട്രോൾ ആണ് ശരിക്കും ടോൾ സ്ട്രക്ചേഴ്സിനെ റിസൾട്ട് ചെയ്യുന്നത്. സോ അവിടെ ഒരു മാനേജർ കീഴിൽ കുറച്ച് ജീവനക്കാർ മാത്രമേ ഉണ്ടാവൂ, ഇയാൾ കീഴിലും കുറച്ച് ജീവനക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇങ്ങനെയുള്ള ലെവലുകൾ എന്തായിരിക്കും, നമ്മുടെ ടോൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നാരോ സ്പാൻ ഓഫ് കൺട്രോൾ ഉള്ള ഓർഗനൈസേഷനിൽ നമ്പർ ഓഫ് ലെവൽസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് എന്തായിരിക്കും, അത് ടോൾ ഓർഗനൈസേഷൻ ആയിരിക്കും. നേരെ മറിച്ച് വൈഡർ സ്പാൻ ഓഫ് കൺട്രോൾ ആണെങ്കിൽ ഒരു മാനേജർക്ക് കീഴിൽ തന്നെ ഇഷ്ടംപോലെ ജീവനക്കാരെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തുണ്ടാവും, അവിടെ ഒരു വൈഡർ സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ടാവും എന്ന് പറയാം. വൈഡർ സ്പാൻ ഓഫ് കൺട്രോളിൻ്റെ സമയത്ത് ഒരു ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓർഗനൈസേഷൻ ആണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. സോ വൈഡർ സ്പാൻ ഓഫ് കൺട്രോൾ റിസൾട്ട് ഇൻ ടോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്,
തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നാരോ സ്പാൻ ഓഫ് കൺട്രോൾ ആണ് ടോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് നയിക്കുന്നത്. സ്പാൻ ഓഫ് കൺട്രോൾ ഇസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഡെലഗേഷൻ എന്നാണ് പറയുന്നത്. ഡെലഗേഷൻ വേറെ, സ്പാൻ ഓഫ് കൺട്രോൾ വേറെ, രണ്ട് പ്രിൻസിപ്പിളാണ്. ഇത് തമ്മിൽ എന്തില്ല, ബന്ധമില്ല. ഡെലഗേഷൻ എന്ന് പറയുന്നതാണ് അതോറിറ്റി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സബോർഡിനേറ്റ്സിന് കൈമാറുകയാണ് ഡെലഗേഷൻ എന്ന് പറയുന്നത്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു മാനേജർ കീഴിൽ എത്ര സബോർഡിനേറ്റ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ നമ്പറാണ്. ഇത് രണ്ടും തമ്മിൽ എന്തില്ല, കാര്യമായിട്ടുള്ള ബന്ധങ്ങളില്ല. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, തെറ്റാണ് എന്ന് നമുക്ക് പറയാം. എ നാരോ സ്പാൻ ഓഫ് കൺട്രോൾ ലീഡ്സ് ടു ഗ്രേറ്റർ ലെവൽ ഓഫ് മാനേജ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നാരോ സ്പാൻ ഓഫ് കൺട്രോൾ ആണെങ്കിൽ അവിടെ നിന്നുണ്ടാവും ഗ്രേറ്റർ ലെവൽ ഓഫ് മാനേജ്മെന്റ് ഉണ്ടാവും. അതായത് ഡിഫറെൻറ്റ് ലെവൽസ്, നമ്പർ ഓഫ് ലെവൽസ് എന്തായിരിക്കും, വളരെയധികം കൂടുതലായിരിക്കും. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക, 1 and 4 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സോ ആൻസർ എന്താണ്, എ 1 and 4 ആണ്. അടുത്തത്, സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ഹാവ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി concentrated at upper levels of management. In centralized organization, lower management have full autonomy and to make critical decision. So centralized organization എന്ന് പറയുമ്പോൾ അവിടെ നിന്നാണ് തീരുമാനം എവിടെയായിരിക്കും, ടോപ്പ് ലെവലിലായിരിക്കും. അത്തരത്തിലുള്ള സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷനകത്ത് ഡിസിഷൻ മേക്കിംഗ് പവർ അത്തരത്തിലുള്ള അപ്പർ ലെവൽസിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. സെൻട്രലൈസ്ഡ് അതോറിറ്റി ആണെങ്കിൽ, അതായത് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അവിടെ തീരുമാനം എടുക്കുന്നതായിരിക്കും ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. സോ സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻസ് അകത്ത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് തീരുമാനം എടുക്കുന്നുണ്ടാവുക. സോ അസേഷൻ എന്താണ്, കറക്റ്റ് ആണ്. അടുത്ത അതിന് റീസൺ ആയിട്ട് പറയുന്നത് എന്താണ്, ഇൻ സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ലോവർ ലെവൽ മാനേജ്മെന്റ് ഹാവ് ഫുൾ ഓട്ടോണമി ടു മേക്ക് ക്രിട്ടിക്കൽ ഡിസിഷൻ. ലോവർ ലെവലിലുള്ള മാനേജേഴ്സിന് എല്ലാ എന്താണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസും എടുക്കാനുള്ള അധികാരം എന്താണ്, വളരെയധികം ഓട്ടോണമസ് ആണ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സോ എല്ലാ അധികാരങ്ങളും ആർക്കുണ്ട്, ലോവർ ലെവൽ മാനേജേഴ്സിന് ഉണ്ട് എന്നാണ് റീസൺ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതെന്താണ്, തെറ്റാണ്. ആർക്കില്ല, ലോവർ ലെവൽ മാനേജേഴ്സിന് ഇത്തരത്തിലുള്ള ഓട്ടോണമി ഇല്ല. അവർക്ക് ഓട്ടോണമി ഉണ്ടെങ്കിൽ നമ്മൾ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ലോവർ ലെവൽ മാനേജേഴ്സിന് ആ സമയങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല, ഡിസിഷൻ മേക്കിംഗ് എടുക്കാനുള്ള ആ ഒരു അധികാരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു ഓട്ടോണമി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. എ ട്രൂവും 6 ഫാൾസുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്, സി ആണ്, ഓപ്ഷൻ. സോ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്തത് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോട്ട് എ ബാരിയർ ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ബാരിയർ അല്ലാത്ത ഒരു കാര്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ. അതിനെയാണ് നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തി മറ്റൊരാൾക്ക് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സന്ദേശം, മെസ്സേജ് കൈമാറുന്നതിനെയാണ് നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അതിന് ബാരിയർ ആവാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതാണ് ഒരു ബാരിയർ ആവാത്ത, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് ഒരു തടയിടുന്ന രീതിയിൽ പ്രവർത്തിക്കാത്ത ഒരു സാധനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സെമന്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെക്നിക്കൽ ജാർഗൺ, നമുക്ക് ആളുകൾ, ഞാൻ പറയുന്ന ആളുകൾക്ക് മനസ്സിലാവാതിരിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെയാണ് നമ്മൾ പറയുന്നത് സെമന്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ അവിടെ ഇൻഫർമേഷൻ ഓവർലോഡ് ആവുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ ജാർഗൺസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ സെമന്റിക് ബാരിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ശരിക്കും അതെന്താണ്, ഒരു ബാരിയർ തന്നെയാണ്. അടുത്തെന്താണ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. അതെന്താണ്, നമുക്ക് അത് പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് ഇല്ലാത്തത്. ശരിക്കും അതും എന്താണ്, ഒരു ബാരിയർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ലിംഗ്വിസ്റ്റിക് ബാരിയർ, ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഞാൻ ഒരു ഭാഷയിൽ പറയുന്നു, ഞാൻ മലയാളത്തിൽ പറയുന്നു, നിങ്ങൾക്ക് എന്താണ് മലയാളത്തിൽ അത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ മലയാളം മനസ്സിലാക്കാൻ എന്താണ് പറ്റാത്ത ആളുകളാണ് എങ്കിൽ നമ്മളിവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. സോ കമ്മ്യൂണിക്കേഷൻ അതും എന്താണ്, ഒരു ബാരിയറാണ്. നേരെ മറിച്ച് ഫീഡ്ബാക്ക് ലൂപ്പ് ആണെങ്കിലോ അതൊരിക്കലും ഒരു ബാരിയർ അല്ല. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ, അത് മനസ്സിലായില്ല എന്ന് എന്നോട് പറഞ്ഞ് ഞാൻ അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ശരിക്കും എന്താണ്, ഒരു ഫീഡ്ബാക്കാണ്. അവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്കുള്ള അഭിപ്രായം നിങ്ങൾ എന്നോട് തിരിച്ചു പറയുകയാണ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ്, ഒരു ഫീഡ്ബാക്കാണ് നിങ്ങൾ തരുന്നത്. സോ ശരിക്കും ആ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സാധനം കമ്മ്യൂണിക്കേഷന് ശരിക്കും എന്തല്ല, ഒരു ബാരിയറല്ല, കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല കമ്മ്യൂണിക്കേഷനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻ്റ് കൂടിയാണ് നമ്മുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ശരിക്കും ഫീഡ്ബാക്ക് ലൂപ്പ് ഒരിക്കലും കമ്മ്യൂണിക്കേഷന് ഒരു ബാരിയർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമല്ല. ഓക്കെ, സോ ഫീഡ്ബാക്ക് ലൂപ്പാണ് അതിൻ്റെ ഒരു എക്സംഷൻ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക, ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സോ ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്തെന്താണ്, വിച്ച് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ ഫോർമൽ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ. സോ അതിനകത്ത് ഫോർമലായിട്ടുള്ള ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചാനൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈറാർക്കിയിലൂടെ തന്നെ പോകുന്ന രീതിയിലുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചാനൽ ഏതാണ്.
ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ ജനറലായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് എന്തെന്ന് പറയുന്നത് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതല്ല അതിന് ആൻസർ ആയിട്ട് വരിക. പിന്നെ എന്താണ് റിട്ടൺ മെമ്മോസ് ആണ്. എന്താണ് ഈ റിട്ടൺ മെമ്മോസ്? നമ്മൾ എഴുതിയേക്കും, നമ്മൾ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു എന്നൊക്കെ നിങ്ങൾ ന്യൂസ് കാണാൻ വേണ്ടി പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പറയുന്നത് റിട്ടൺ മെമ്മോസ്, അല്ലെങ്കിൽ ഒരാൾ ഒരു ഹൈറാർക്കി സബോർഡിനേറ്റ് ഒരു സുപ്പീരിയർ കൊടുക്കുന്ന നോട്ടീസ്, അതിനെയാണ് നമ്മൾ പറയുന്നത് എഴുതി കൊടുക്കുന്ന നോട്ടീസ്, അതിനെയാണ് നമ്മൾ പറയുന്നത് റിട്ടൺ മെമ്മോസ് എന്ന് പറയുന്നത്. അത് ശരിക്കും എന്താണ് ഒരു ഫോർമൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അതെന്താണ് ഒരു ഫോർമൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഇൻഫോർമൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. സോ അവിടെ നമ്മൾ ഒരു ഓർഗനൈസേഷനകത്ത് സോഷ്യൽ മീഡിയ വഴി ആരും എന്താണ് ഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താറില്ല. അല്ലെങ്കിൽ സസ്പെൻഷൻ ഓർഡർ ഒന്നും നമ്മൾ ഒരു പോലീസുകാരനും ഒരു മറ്റൊരു പോലീസുകാരനും സോഷ്യൽ മീഡിയ വഴി കൊടുത്തായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. സോ അതെന്താണ് ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. ഗോസിപ്പുകൾ എന്താണ് ഒരു ഇൻഫോർമൽ മെക്കാനിസമാണ്. ആളുകൾ നമ്മൾ ഗോസിപ്പ് പറയുന്നതല്ല, ഒരിക്കലും ഫോർമൽ ആയിട്ടുള്ള ഒരു മെക്കാനിസം അല്ല. സോ ഡി നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ആൻസർ എന്താണ് ഇതിനകത്ത് വരിക ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ ബി ആണ് ആൻസർ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ അബൌട്ട് കമ്മ്യൂണിക്കേഷൻ ചാനൽ? കമ്മ്യൂണിക്കേഷൻ ചാനൽസുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഏറ്റവും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആർ ഈക്വലി എഫക്റ്റീവ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ എല്ലാ കമ്മ്യൂണിക്കേഷൻ ചാനൽസും എന്താണ് എല്ലാ കമ്മ്യൂണിക്കേഷൻ ചാനൽസും എല്ലാ തരം കമ്മ്യൂണിക്കേഷനും വളരെ എഫക്റ്റീവ് ആണ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് എ പറയുന്നത്. സോ നിങ്ങളിപ്പോൾ ഓർഗനൈസ് എന്താണ് ആളുകൾ കൂടിയിരിക്കുന്ന ഒരുമിച്ച് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവിടെ ഏറ്റവും നല്ലത് അവിടെ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലും നിങ്ങൾ എഴുതി അയക്കുകയാണെങ്കിലും നമ്മൾ സംസാരിക്കുകയാണെങ്കിലും എല്ലാം വളരെ എഫക്റ്റീവ് ആണ് എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ് എങ്കിൽ അവിടെ എന്താണ് നല്ലത്? ശരിക്കും വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ. അല്ലാതെ നമ്മളെല്ലാവരും എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് എങ്കിൽ അതെന്തായിരിക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ശരിക്കും ഏത് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഏത് സ്ഥലത്ത് നമ്മൾ ഏറ്റവും എഫക്റ്റീവ് ആവും എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. സോ നമ്മളിപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളുകളാണ്, അപ്പോൾ അവിടെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഏതാണ് ഏറ്റവും നല്ലത്? മെയിലിലൂടെ ആയിരിക്കും ഏറ്റവും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, സോ അത്തരത്തിൽ ഏത് കമ്മ്യൂണിക്കേഷൻ ചാനൽ വേണം എന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ ഏതാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ആ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അവിടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ ചാനലും എല്ലാ സിറ്റുവേഷനിലും എന്തല്ല എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് സത്യം. സോ എ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾവേസ് പ്രിഫേർഡ് ഓവർ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാതെ നമ്മൾ എഴുതി നമ്മുടെ ഇൻഫർമേഷൻ കൈമാറാനാണ് നമ്മൾ ആഗ്രഹിക്കുക എന്നാണ് ഇത് പറയുന്നത്. എപ്പോഴും എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ നല്ലത് എന്താണ്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ് എന്നാണ് ബി സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതെന്താണ്? തെറ്റാണ്. എപ്പോഴും നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മുടെ പ്രിഫറൻസ് ആയിരിക്കില്ല. ചിലപ്പോൾ വെർബലാവും, ചിലപ്പോൾ റിട്ടൺ ആവും, ചിലപ്പോൾ ഇതൊന്നും അല്ലാതെ ചിലപ്പോൾ ആക്ഷൻ മാത്രമാവും. ഓക്കെ, സോ അത്തരത്തിൽ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ഏത് കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ചൂസ് ചെയ്യുന്നുണ്ടാവുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഡിപ്പെൻഡ്സ് ഓൺ കോണ്ടെക്സ്റ്റ് ആൻഡ് ഓഡിയൻസ്. നമ്മൾ ആരോട് ഏത് കോണ്ടെക്സ്റ്റിൽ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറയുന്നത് നമ്മുടെ ഏത് കമ്മ്യൂണിക്കേഷൻ ചാനൽ വേണം എന്നുള്ളത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, അടുത്തൊന്നാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൺലി എഫക്റ്റീവ് ഇൻ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. ഫേസ് ടു ഫേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് വെർബലായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് കാണുന്നില്ല. ബട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെക്കാനിസവും കൂടെയാണ്. സോ ഡി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. എപ്പോഴും ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ മാത്രമല്ല വെർബൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുന്നത്. സോ ഡി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. സി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതായത് രണ്ടാളുകൾക്കിടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മളെന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ? സോ ഇറ്റ് ഇൻവോൾവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. രണ്ടാളുകൾക്കിടയിൽ ഇൻഫർമേഷൻ്റെ കൈമാറ്റമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതെ, രണ്ടാളുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൈമാറുമ്പോഴാണ് എന്ത് വരിക? അവിടെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വരിക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ഇൻഫോർമൽ. എപ്പോഴും ഇൻഫോർമൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു CI SIനോട് സംസാരിച്ചാലും അതെന്താണ്? ഇൻഫോർമൽ ആണ് എന്നാണ് പറയുന്നത്. ആയിരിക്കണമെന്നില്ല. CI SIനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും?
ഫോമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഒരു ലാസ്റ്റ് ചാർജിനിടയിൽ ഒരു സുപ്പീരിയർ ഓഫീസർ സബോർഡിനേറ്റ് ഓഫീസറോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ഫോമൽ കമ്മ്യൂണിക്കേഷൻ, അല്ലാതെ എന്താണ് ഇൻഫോമൽ ആയിട്ടുള്ള ഒരു കുശലാന്വേഷണം അല്ല അവിടെ നടക്കുന്നത്. എന്തായിരിക്കും ചിലപ്പോൾ ഒരു ഓർഡർ കൈമാറുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് എപ്പോഴും ഇൻഫോമൽ ആകണം എന്ന് ഇല്ല, ചിലപ്പോഴൊക്കെ അതെന്തായിരിക്കാം ഫോമലും ആയിരിക്കാം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായാൽ തന്നെ അതിനകത്ത് നിങ്ങൾക്ക് എയും സിയും ഒഴിവാക്കാം. ആൻഡ് 1 നമ്മൾ ഓൾറെഡി ശരിയാണെന്ന് കണ്ടു കഴിഞ്ഞു. തേർഡ് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കാം, എന്നാലും ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നമുക്കിനി 3 4 ഓപ്ഷൻ നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കി നോക്കാം. ഇറ്റ് ക്യാൻ ബി എഫക്റ്റഡ് ബൈ പേഴ്സണൽ ബയാസസ്. ആളുകളുടെ ബയാസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു അഭിപ്രായം, എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എൻ്റെ ബയാസ് ഞാൻ ആ പറയുന്ന ആ സംസാരത്തിൽ ഉണ്ടായിരിക്കും. സോ ആ ഒരു സംസാരം എൻ്റെ പേഴ്സണൽ ബയാസിൽ അല്ലെങ്കിൽ ആ പേഴ്സണൽ ബയാസ് ആ ഒരു കമ്മ്യൂണിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഇറ്റ് ഒക്കേഴ്സ് ഓൺലി ഇൻ സ്മോൾ ഗ്രൂപ്പ്. ചെറിയ ഗ്രൂപ്പുകൾക്കിടയിൽ മാത്രമേ ഈ ഇത്തരത്തിലുള്ള ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. നമ്മളൊരു 4-5 ആളുകൾ മാത്രമാണെങ്കിൽ മാത്രമേ ഈ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ആ 4-5 ആളുകളുള്ള സ്ഥലത്ത് മാത്രമേ 2 ആളുകൾ തമ്മിൽ സംസാരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതെന്താണ് തെറ്റാണ്. വലിയ ഗ്രൂപ്പ് ആണെങ്കിലും ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഓക്കെ, വലിയ ഗ്രൂപ്പ് ആണെങ്കിലും ആളുകൾ തമ്മിൽ എന്ത് ചെയ്യും, സംസാരിക്കും. ഓക്കെ, സോ എന്താണ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയാണ് തെറ്റാവുന്നത്. ഓക്കെ, സോ 1 and 3 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ബി 1 and 3 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏറ്റവും ശരിയായിട്ടുള്ള ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഏതാണ് ഇതിനകത്ത് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? നോയ്സ് ഹാസ് നോ ഇമ്പാക്റ്റ് ഓൺ ദ ക്ലാരിറ്റി ഓഫ് ദ മെസ്സേജ്. നോയ്സ്, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനിടയിൽ അതിനകത്തൊരു നോയ്സ് വരികയാണെങ്കിൽ അവിടെ എന്തില്ല, ആ ക്ലാരിറ്റി ഓഫ് മെസ്സേജിനെ ഒരു തരത്തിലും ഇമ്പാക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. സോ ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ ഇവിടെ ഒരു പടക്കം പൊട്ടിക്കുന്ന ഒരു ശബ്ദം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം എന്താവില്ല, നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. സോ അവിടെ നോയ്സിന് എൻ്റെ ആ ക്ലാരിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താണ് തെറ്റാണ്. നോയ്സിന് നമ്മുടെ മെസ്സേജിൻ്റെ ക്ലാരിറ്റിയെ ഇമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ എ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. ഓർഗനൈസേഷണൽ കൾച്ചർ ഹാസ് ലിറ്റിൽ ടു ഡു വിത്ത് കമ്മ്യൂണിക്കേഷൻ എഫിഷ്യൻസി. ഓർഗനൈസേഷണൽ കൾച്ചർ, അതായത് ഓർഗനൈസേഷനകത്തുള്ള ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ നോംസ്, അതൊക്കെയാണെന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത്. സോ അവിടെ ഓർഗനൈസേഷനകത്തുള്ള ബിലീഫ് സിസ്റ്റത്തിനെയും നോംസിനെയും ഒക്കെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഓർഗനൈസേഷണൽ കൾച്ചറിന് ഈ കമ്മ്യൂണിക്കേഷനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല, അല്ലെങ്കിൽ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല എന്നാണ് പറയുന്നത്. സോ ബി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. നമ്മുടെ ഓർഗനൈസേഷണൽ കൾച്ചർ, എങ്ങനെയാണ് ഓർഗനൈസേഷനകത്ത് ഒരു കാര്യം നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനകത്ത് ആളുകൾ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ, ആ കാര്യങ്ങളൊക്കെ എന്തിനെ ഇമ്പാക്റ്റ് ചെയ്യും, കമ്മ്യൂണിക്കേഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. സോ ബി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. സി സ്റ്റേറ്റ്മെൻറ്റ്, ദ സെൻഡർ ക്രെഡിബിലിറ്റി ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ മെസ്സേജ് റിസപ്ഷൻ. സോ ആരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചോളും എന്നാണ് പറയുന്നത്. സോ അവിടെ സെൻഡറിൻ്റെ ക്രെഡിബിലിറ്റി, അതായത് പറയുന്ന ആളുടെ ക്രെഡിബിലിറ്റി നമ്മുടെ മെസ്സേജിൻ്റെ റിസപ്ഷനെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതും എന്താണ് തെറ്റാണ്. സോ ആര് ഒരു കാര്യം പറയുന്നു എന്നുള്ളതിനനുസരിച്ച് മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, അത് കേൾക്കുള്ളൂ. ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് എൻ്റെ അക്കൗണ്ട് നമ്പറും OTP ഒക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് ആര് വിളിച്ചാലും ഞാൻ എന്ത് ചെയ്യില്ല, അത് പറഞ്ഞു കൊടുക്കില്ല. സോ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റീസ് ആണ് എങ്കിൽ മാത്രമേ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു രേഖ കൈമാറേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അല്ലാതെ ആര് വിളിച്ചാലും OTP പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സോ എന്താണ് സെൻഡറിൻ്റെ ക്രെഡിബിലിറ്റിക്ക് അനുസരിച്ച് മാത്രമേ നമ്മൾ മെസ്സേജിൻ്റെ റിസപ്ഷൻ അല്ലെങ്കിൽ മെസ്സേജിങ് നമ്മളെങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇൻഫ്ലുവൻസ് ചെയ്യും. സോ സെൻഡറിൻ്റെ ക്രെഡിബിലിറ്റി അത് ഇൻഫ്ലുവൻസ് ചെയ്യും. സോ നോൺ വെർബൽ ക്യൂസ് പ്ലേ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ കൺവേയിങ് മെസ്സേജസ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ് എന്താണ്, നോൺ വെർബൽ ക്യൂസ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ കൺവേയിങ് മെസ്സേജസ്. അതായത് നോൺ വെർബൽ ആയിട്ടുള്ള കുറച്ച് ജസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ആക്ഷൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെയാണ് നമ്മൾ പറയുന്നത് നോൺ വെർബൽ ക്യൂസ് എന്ന് പറയുന്നത്. സോ എൻ്റെ ജസ്റ്റേഴ്സും ആക്ഷൻസും ഒക്കെ എൻ്റെ മെസ്സേജിൻ്റെ ക്ലാരിറ്റിയെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളതാണ് എന്നാണ് പറയുന്നത്. സോ ഞാനിവിടെ വെറുതെ ഇങ്ങനെ അനങ്ങാതിരുന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. സോ ഞാൻ ചില ആക്ഷൻസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ വ്യക്തമായി എന്ന് വരും. നമ്മൾ കിൻഡർ ഗാർഡൻസിലൊക്കെ നമ്മൾ ആക്ഷൻ സോങ്ങുകളാണ് പഠിപ്പിക്കുന്നത്. എന്താണ് നോൺ വെർബൽ ക്യൂസ് ആണ്. നമ്മൾ പറയുന്നതിനേക്കാൾ നന്നായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ആംഗ്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ എന്താണ് നോൺ വെർബൽ ക്യൂസ് ശരിക്കും നമ്മുടെ മെസ്സേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സോ എന്താണ് ഡി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സോ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഡി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓഫൺ മോർ റിലബിൾ ദാൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ cues such as body language, facial expression and tone of voice often convey true feeling.
നോൺ വെർബലായിട്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, അത് കേൾക്കുന്നു, വാ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സംസാരം കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ എഫക്റ്റീവ് ആയത് എന്താണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് എന്നാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ മോർ റിലയബിൾ, അതിനേക്കാൾ കുറച്ചുകൂടെ വിശ്വസിക്കാൻ പറ്റുന്നത് എന്താണ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ആണ് എന്നാണ് പറയുന്നത്. സോ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് നിങ്ങളോട് ഞാനിപ്പോൾ എന്താണ് രഹസ്യമായിട്ടൊരു കാര്യം പറയുകയാണ് എന്നുള്ളത് എന്താണ് ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി പറ്റിയ കാര്യമല്ല. നിങ്ങൾ അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ ഞാനത് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ ഞാനൊരു സുപ്പീരിയറാണ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് നേരിട്ട് വന്ന് കണ്ടു പറയുന്നു, അതെന്തല്ല ഒരിക്കലും വിശ്വസനീയമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നേരെ മറിച്ച് ഞാനത് എഴുതി തരികയാണെങ്കിലോ അല്ലെങ്കിൽ ഞാനത് മറ്റേതെങ്കിലും രീതിയിൽ മെയിലായിട്ടൊക്കെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ അതാണെന്ന് പറയുന്നത് കുറച്ചുകൂടെ റിലയബിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ റിലയബിൾ ആണ് മറ്റ് പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലുകളും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ എ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണ്. വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് റിലയബിൾ ആയിട്ടുള്ളത് എന്താണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് നോൺ വെർബൽ ക്യൂസ് എന്താണ്, such as body language, facial expression and tone of the voice often convey true feeling. സോ അവിടെ നമ്മൾ എന്താണ് ഒരു വികാരമില്ലാതെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിനേക്കാൾ നല്ലത് ഒരു ഹൈ പിച്ചും ലോ പിച്ചും ഒക്കെ നമ്മൾ മാറി പറയുന്നതും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും ബോഡി ലാംഗ്വേജും ഒക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ശരിക്കും ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് എനിക്ക് നിങ്ങൾക്ക് കൺവേ ചെയ്തു തരാൻ വേണ്ടി പറ്റും എന്നാണ് 6 പറയുന്നത്, അതായത് റീസൺ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്. സോ ഞാനിവിടെ വെറുതെ ഇരുന്ന് പറയുന്നതും ഞാൻ ദേഷ്യപ്പെട്ട് പറയുന്നതും അല്ലെങ്കിൽ ഞാൻ വളരെ സ്നേഹത്തോടെ പറയുന്നതും ഒക്കെ എന്താണ് പല വേർഷൻ അല്ലെങ്കിൽ പല ഫീലിങ്ങുകളാണ് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ഓക്കെ, സോ എന്താണ് എയും 6ഉം ശരിയാണ്. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ റിലയബിൾ ആണ് അല്ലെങ്കിൽ വിശ്വസനീയമാണ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നോൺ വെർബൽ ക്യൂസ് നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി സഹായിക്കും എന്നുള്ള ആ ഒരു ജനറൽ സെൻസിൽ എടുക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് എന്താണ് വരിക, എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സോ ആൻസർ എ ആണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വീണ്ടും ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്താണ്, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനകത്ത് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ വളരെ എസെൻഷ്യൽ ആണ് എന്നാണ് അസേർഷൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ പറയുന്നത് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഒരു ഓർഗനൈസേഷനകത്ത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. സോ ആ ഒരു ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷനകത്ത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ സ്പ്രെഡിങ് റൂമേഴ്സ് ക്വിക്ക്ലി. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് റൂമറുകൾ സ്പ്രെഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. സോ നമ്മളിപ്പോൾ ഒരു ഗോസിപ്പ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ റൂമർ പറയുകയാണെങ്കിലോ അത് ഏറ്റവും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക എങ്ങനെയാണ്, നമ്മുടെ പിയർ ഗ്രൂപ്പിനകത്താണ്. സോ ഏറ്റവും നന്നായിട്ട് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാനും അങ്ങനെയുള്ള ഗോസിപ്പുകളൊക്കെ പറയാനും ഏറ്റവും നല്ലത് എന്താണ്, ഇത്തരത്തിലുള്ള ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. എ സ്റ്റേറ്റ്മെൻറ്റും ആർ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, ശരിയാണ്. സോ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഒരു ഓർഗനൈസേഷനകത്ത് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് നമ്മുടെ റൂമർ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ബട്ട് റൂമർ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളത് കൊണ്ടല്ല ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്താവുന്നത്, ഓർഗനൈസേഷനകത്ത് എസെൻഷ്യൽ ആവുന്നത്. ഓക്കെ, സോ എയും 6ഉം ശരിയാണ്. 6 എയിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ എയും 6ഉം ശരിയാണ്. ആർ ഇസ് നോട്ട് ദ എക്സ്പ്ലനേഷൻ ഫോർ എ. സോ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ ബി ആണ് ആൻസർ. അടുത്തത് ഫീഡ്ബാക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫീഡ്ബാക്ക് ഇസ് എൻ എസെൻഷ്യൽ കോമ്പണൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. സോ ഫീഡ്ബാക്ക് ആണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഒരു എസെൻഷ്യൽ കോമ്പണൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, സോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനിൽ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പണൻ്റ് ആണ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഫീഡ്ബാക്ക് ലൂപ്പ് ഒരു ബാരിയർ അല്ല എന്ന് പഠിച്ചിരുന്നു. സോ ഫീഡ്ബാക്ക് ലൂപ്പ് ശരിക്കും എന്താണ്, കമ്മ്യൂണിക്കേഷനിൽ ഒരു എസെൻഷ്യൽ കോമ്പണൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. സോ എ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫീഡ്ബാക്ക് അലൗസ് ദ സെൻഡർ ടു ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ മെസ്സേജ് ഡെലിവേർഡ്. സോ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങളൊരു ഫീഡ്ബാക്ക് എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങളത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ എനിക്കെന്താണ്, ഞാൻ പറഞ്ഞത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റും. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാലും എന്താണ്, എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അവിടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് ഒരു മെസ്സേജിൻ്റെ ക്വാളിറ്റിയെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സെൻറ്റർക്ക് താൻ പറഞ്ഞ ആ ഒരു കാര്യത്തിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എന്തിനെ കൊണ്ട് പറ്റും, ഇത്തരത്തിലുള്ള നമ്മുടെ ഫീഡ്ബാക്കിനെ കൊണ്ട് പറ്റും എന്നാണ് ആർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്.
സോ ഫീഡ്ബാക്ക് ഒരു കമ്മ്യൂണിക്കേഷനകത്തുള്ള ഒരു എസെൻഷ്യൽ കോമ്പണൻ്റ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? അത് സെൻറ്റർക്ക് ആ സെൻറ്റർ കൊടുത്തിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് പരിശോധിക്കാൻ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനെ കൊണ്ട് പറ്റും? നമ്മുടെ ഫീഡ്ബാക്ക് ലൂപ്പ് കൊണ്ട് പറ്റും. അതുകൊണ്ടാണ് അതെന്താവുന്നത്? ഒരു എസെൻഷ്യൽ കമ്പോണൻ്റ് ആവുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സോ എ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ. സോ ആൻസർ എന്താണ്? എ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്തത്, which leadership style is most closely associated with concern of people, high concern of people and low concern of production in Blake and Mount managerial grid theory? ബ്ലേക്ക് ആൻഡ് മൗണ്ടിൻ്റെ ഒരു ലീഡർഷിപ്പ് തിയറി, ഒരു ബിഹേവിയറൽ തിയറീസിനകത്ത് വരുന്ന ഒരു തിയറിയാണെന്ന് പറയുന്നത് നമ്മുടെ മാനേജറിയൽ ഗ്രിഡ് തിയറി എന്ന് പറയുന്നത്. മാനേജറിയൽ ഗ്രിഡ് തിയറി എന്ന് പറയുന്നത് ഒരു ഗ്രാഫിനകത്ത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു തിയറിയാണ്. അതിനകത്ത് എക്സ് ആക്സിസിൽ കൺസേൺ ഓഫ് പ്രൊഡക്ഷനും ഇവിടെ കൺസേൺ ഓഫ് പീപ്പിളും ആണ് ഉള്ളത്. ഈ കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ്റെയും കൺസേൺ ഓഫ് പീപ്പിളിൻ്റെയും ബേസിസിൽ ഇദ്ദേഹം 81 സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണ്? ടീം മാനേജ്മെൻ്റ് ആണ്. അതിനകത്ത് എന്തായിരിക്കും? കൺസേൺ ഓഫ് പീപ്പിളും കൺസേൺ ഓഫ് പ്രൊഡക്ഷനും ഹൈ ആയിരിക്കും. അത്തരത്തിലുള്ളൊരു മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈലിനെയാണ് നമ്മളെന്ന് പറയുന്നത് ടീം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ആര് പറയുന്നത്? നമ്മുടെ ബ്ലേക്ക് ആൻഡ് മൗണ്ട് പറയുന്നത്. സോ കൺസേൺ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആളുകൾ തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന, നല്ലൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ കാത്തു സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളെയാണ് അത്തരത്തിലുള്ള ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ പറയുന്നത് കൺസേൺ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴോ നേരെ തിരിച്ച് ആളുകൾ കൊണ്ട് വർക്ക് ചെയ്യിക്കാനുള്ള ആ ഒരു ഇതിനെയാണ് അല്ലെങ്കിൽ ആ ഒരു കഴിവിനെയാണ് നമ്മൾ പറയുന്നത് കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ. ആ ടാസ്ക് ഓറിയൻറ്റഡ് ആണോ അല്ലെങ്കിൽ വർക്ക് തീർക്കുക എന്നുള്ളതാണോ നമ്മുടെ മാനേജറിൻ്റെ അല്ലെങ്കിൽ ലീഡറിൻ്റെ ലക്ഷ്യം എന്നുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ കൺസേൺ ഓഫ് പീപ്പിളും കൺസേൺ ഓഫ് പ്രൊഡക്ഷനും രണ്ടും കൂടുതലുള്ള ആളുകളാണെന്ന് പറയുന്നത് ഏറ്റവും നല്ല ലീഡേഴ്സ്. അവർ എന്താണ്? ടീം മാനേജ്മെൻറ്റ്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ടീം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ബ്ലേക്ക് ആൻഡ് മൗണ്ടൻ പറഞ്ഞത്. ചോദ്യം ഇതാണ്, ഹൈ കൺസേൺ ഓഫ് പീപ്പിളും ലോ കൺസേൺ ഓഫ് പ്രൊഡക്ഷനും ഉള്ള ഒരു സ്റ്റൈലിൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചത്. സോ അവിടെ ഹൈ കൺസേൺ ഓഫ് പീപ്പിൾ ആയിരിക്കും. ആളുകൾ തമ്മിൽ എന്തായിരിക്കും? നല്ല ബന്ധം, നല്ല റിലേഷൻ, ഇൻ്റർപേഴ്സണൽ റിലേഷനൊക്കെ കാത്തു സൂക്ഷിക്കാൻ താല്പര്യമുള്ള തരത്തിലാണ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഇതിനെയാണ് നമ്മൾ പറയുന്നത് കൺസേൺ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് വളരെ കുറവാണ്. പണിയെടുക്കാൻ അല്ലെങ്കിൽ പണിയെടുപ്പിക്കാൻ ആർക്ക് താല്പര്യമില്ല, ലീഡേഴ്സിന് വലിയ താല്പര്യമൊന്നുമില്ല. ആളുകൾ ലീഡർ എന്താണ്? ആളുകളായിട്ട് നല്ല ബന്ധമൊക്കെ ആയിട്ട് നല്ല ചില്ല് ചെയ്ത് പോകാൻ താല്പര്യമുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള ലീഡേഴ്സ് ആണെന്ന് പറയുന്നത് ഹൈ കൺസേൺ ഓഫ് പീപ്പിളും ലോ കൺസേൺ ഓഫ് പ്രൊഡക്ഷനുമുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത്. സോ അവിടെ വർക്ക് ചെയ്യിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, ആളുകളായിട്ട് നല്ല രീതിയിൽ ചില്ല് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ താല്പര്യമുള്ള ലീഡേഴ്സാണ്. സോ അവിടെ എന്താണ്? നല്ല രീതിയിൽ ബന്ധം സൂക്ഷിക്കുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ക്ലബ്ബുകളിലായിരിക്കും. ഓക്കെ, സോ അതാണെന്ന് പറയുന്നത് കൗണ്ടി ക്ലബ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്തരത്തിലുള്ള ഹൈ കൺസേൺ ഓഫ് പീപ്പിളും ലോ കൺസേൺ ഓഫ് പ്രൊഡക്ഷനുമുള്ള മാനേജേഴ്സ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈലിനെയാണ് നമ്മൾ പറയുന്നത് കൗണ്ടി ക്ലബ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ടീം മാനേജ്മെൻറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ ഹൈ കൺസേൺ ഓഫ് പീപ്പിളും ഹൈ കൺസേൺ ഓഫ് പ്രൊഡക്ഷനും ആയിരിക്കും. നേരെ മറിച്ച് ഇംപവറിഷ്ഡ് മാനേജ്മെൻറ്റ് ആണെങ്കിലോ അവിടെ രണ്ടും ഉണ്ടാവില്ല. ലോ കൺസേൺ ഓഫ് പ്രൊഡക്ഷനും ലോ കൺസേൺ ഓഫ് പീപ്പിളും ആയിരിക്കും. ടാസ്ക് ഓറിയൻറ്റഡ് മാനേജ്മെൻറ്റ് ആണെങ്കിലോ അവിടെ ഹൈ കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും, ലോ കൺസേൺ ഓഫ് പീപ്പിൾ ആയിരിക്കും. ഇതാണെന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് മൗണ്ട് 4 തരത്തിലുള്ള മാനേജറിയൽ ഗ്രിഡ് തിയറി എന്ന് പറയുന്നത്. സോ അവിടെ ടീം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഹൈ കൺസേൺ ഓഫ് പ്രൊഡക്ഷനും ഹൈ കൺസേൺ ഓഫ് പീപ്പിളും ആയിരിക്കും. ഇവിടെയായിരിക്കും എന്ത് വരിക? ഇവിടെയാണ് നമ്മുടെ ടാസ്ക് ഓറിയൻറ്റഡ് മാനേജേഴ്സ് വരിക. അവിടെ എന്തായിരിക്കും? ഹൈ കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും. ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് നിന്നാണ് കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ ഉള്ളത്. ഇവിടെ ഹൈ കൺസേൺ ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും, ലോ കൺസേൺ ഓഫ് പീപ്പിളും ആയിരിക്കും. ഇവിടെ എന്താണ്? ലോ കൺസേൺ ഓഫ് പീപ്പിളും ലോ കൺസേൺ ഓഫ് പ്രൊഡക്ഷനും ഉള്ളതാണെന്ന് പറയുന്നത് ഇംപവറിഷ്ഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആയിരിക്കും നമ്മുടെ എന്ത് വരിക? കൗണ്ടി ക്ലബ്ബ് വരിക. കൺട്രി ക്ലബ്ബ് എവിടെയാണ് വരിക? ഇവിടെ എന്താണ് വരിക? ഇംപവറിഷ്ഡ് മാനേജ്മെൻ്റ് ആണ് വരിക. ഇതിന് രണ്ടിൻ്റെ നടുവിലായിട്ട് ആര് വരും? മിഡിൽ ഓഫ് ദ റോഡ് അല്ലെങ്കിൽ മിഡിൽ പാത്ത് വരും. ഓക്കെ, സോ ഇതാണ് ബ്ലാക്ക് ആൻഡ് മൗണ്ടിൻ്റെ മാനേജറിയൽ ഗ്രിഡ് തിയറി എന്ന് പറയുന്നത്. സോ ഇത് ഒരു 81 ലീഡർ സ്റ്റൈൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മാനേജറിയൽ ഗ്രിഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ശരിക്കും അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹം 81 സ്റ്റൈൽ ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇവിടെ 9 ഉണ്ടാവും, ഇവിടെയും 9 ഉണ്ടാവും. ഓക്കെ, സോ അതാണെന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് മൗണ്ടിൻ്റെ മാനേജറിയൽ ഗ്രിഡ് തിയറി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്?
കൺട്രി ക്ലബ്ബാണ് ഹൈ കൺസേൺ ഓഫ് പീപ്പിളും ലോ കൺസേൺ ഓഫ് പ്രൊഡക്ഷനുമാണ് ചോദിച്ചത്. ഓക്കെ, അടുത്തത് വിക്ടർ വി റൂമിൻ്റെ എക്സ്പെക്റ്റൻസി തിയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. മോട്ടിവേഷണൽ തിയറീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറീസിൽ ഒന്നാണെന്ന് പറയുന്നത് വിക്ടർ വി റൂമിൻ്റെ എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് അദ്ദേഹം 3 കാര്യങ്ങളുടെ ബേസിസിലാണ് ഇത് പറഞ്ഞത്. ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളിൽ പെടാത്ത ഒരു കാര്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഇക്വിറ്റി ആണ് ഇതിൻ്റെ ആൻസർ. എന്താണ് വിക്ടർ വി റൂം പറഞ്ഞത്? വിക്ടർ വി റൂമാണ്, വിക്ടർ റൂംന്നോ വിക്ടർ വി റൂംന്നോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം. വിക്ടർ വി റൂം പറഞ്ഞത് എന്താണ്? ഇദ്ദേഹത്തിൻ്റെ തിയറി പറഞ്ഞത് വാലൻസ് എക്സ്പെക്റ്റൻസിയുടെയും ഇൻസ്ട്രുമെൻറ്റാലിറ്റിയുടെയും ബേസിസിലാണ്. സോ ഇദ്ദേഹം പറഞ്ഞത് വാലൻസിൻ്റെയും എക്സ്പെക്റ്റൻസിയുടെയും ഇൻസ്ട്രുമെൻറ്റാലിറ്റിയുടെയും ബേസിസിലാണ്. വാലൻസ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മുടെ സ്ട്രെങ്ത് ആണ്, അതായത് പേഴ്സണൽ സ്ട്രെങ്ത്, ഒരു ജോലി ചെയ്യാനുള്ള നമ്മുടെ സ്ട്രെങ്ത്, പേഴ്സണൽ സ്ട്രെങ്ത്തിനെയാണ് അദ്ദേഹം വാലൻസ് ആയിട്ട് ഉദ്ദേശിച്ചത്. എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിടുന്ന എഫേർട്സ്, അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. ആ എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഫസ്റ്റ് റിസൾട്ട്, ഭാവിയിലേക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഊർജ്ജമായിട്ട് വരുന്ന നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഔട്ട്കമ്മിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്ന് ഇദ്ദേഹം വിളിച്ചത്. സോ ഈ 3 കാര്യങ്ങളുടെ ബേസിസിലാണ് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷണൽ തിയറി പറഞ്ഞത്. സോ എന്താണ് വാലൻസും എക്സ്പെക്റ്റൻസിയും ഇൻസ്ട്രുമെൻറ്റാലിറ്റിയും? വാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത് ആണ്, എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മളിടുന്ന എഫേർട്ടുകളാണ്, ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇടുന്ന എഫേർട്ടിനനുസരിച്ചുള്ള ഔട്ട്കം ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ തിയറിയായിട്ട് ബന്ധമില്ല. ഇക്വിറ്റി എന്ന് പറയുന്നത് ആഡം എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്, അതായത് തിങ്കറാണ് എന്ന് പറയുന്നത് ആഡം ഇക്വിറ്റി തിയറി എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ തിയറി ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ആഡം എന്ന് പറയുന്ന ആളുടെയാണെന്ന് പറയുന്നത് ആഡംസ് ഇക്വിറ്റി തിയറി എന്ന് പറയുന്നത്. സോ ആഡമിൻ്റെയാണ് ഇക്വിറ്റി തിയറി. ആഡമിൻ്റെ ഇക്വിറ്റി തിയറി പറയുന്നത് മറ്റൊരു കാര്യമാണ്, നമ്മൾ ഓർഗനൈസേഷനിൽ മോട്ടിവേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ആളുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. എൻ്റെ അതേ ലെവലിൽ ഇരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ അതേ പേ സ്കെയിൽ അതേ പൊസിഷൻ ഇരിക്കുന്ന ഒരു വ്യക്തി, അയാൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട്, അയാൾക്ക് എത്രത്തോളം പേഴ്സണൽ ഗെയിൻ കിട്ടുന്നുണ്ട് എന്നുള്ളതിനെ നമ്മൾ കമ്പയർ ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ അതേ ഓർഗനൈസേഷനിൽ എൻ്റെ അതേ ലെവലിലിരിക്കുന്ന ഒരാൾ, അയാൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്, അല്ലെങ്കിൽ അയാളുടെ എഫേർട്ട് എത്രയാണ്, അതിനനുസരിച്ച് എത്രത്തോളം അയാൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അതാണെന്ന് പറയുന്നത് ആഡംസ് ഇക്വിറ്റി തിയറി പറയുന്നത്. കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിനെ പഠിക്കേണ്ട ആവശ്യമുണ്ട്, ഇവിടെ നമ്മളത് ഡീൽ ചെയ്യുന്നില്ല. സോ ആഡമാണ് എന്തെഴുതിയത്, ഇക്വിറ്റി തിയറി എന്നുള്ള കാര്യം പറഞ്ഞതെന്ന് മാത്രം ഓർക്കുക. സോ ഇതിൻ്റെ ആൻസർ എന്താണ്, ഡി ഇക്വിറ്റി ആണ് ആൻസർ. ബാക്കി 3 ആര് പറഞ്ഞതാണ്, നമ്മുടെ വി റൂം പറഞ്ഞതാണ്. ഓക്കെ, അടുത്തത് ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഫീഡ്ലറുടെ കണ്ടിജൻസി മോഡൽ ഓഫ് ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ലീഡേഴ്സ് ആർ ഓൾവേസ് എഫക്റ്റീവ് ഇൻ എവറി സിറ്റുവേഷൻ. സോ അവിടെ കണ്ടിജൻസി മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം, എന്താണ് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറിയാണ്. കണ്ടിജൻസി തിയറീസ് അല്ലെങ്കിൽ സിറ്റുവേഷണൽ തിയറീസ് എന്ന് പറയുന്നത് എന്തായിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈൽ ആയിക്കോട്ടെ, അതൊക്കെ എന്താണ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ സിറ്റുവേഷനിൽ ഡിപ്പെൻഡൻ്റ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്നാണ് ഇത്തരത്തിലുള്ള തിയറീസ് ഒക്കെ പറയുന്നത്. സോ അവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നതാണ്, ലീഡേഴ്സ് ആർ ഓൾവേസ് എഫക്റ്റീവ് ഇൻ എവറി സിറ്റുവേഷൻ. സിറ്റുവേഷൻ അനുസരിച്ചാണ് ലീഡേഴ്സ് വേണ്ടതെന്നാണ് നമ്മുടെ കണ്ടിജൻസി തിയറീസ് ഒക്കെ പറയുന്നത്. സോ എ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. എല്ലാ സിറ്റുവേഷനിലും എല്ലാ ലീഡേഴ്സും സ്യൂട്ടാണ് എന്നാണ് എ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സോ ആ എ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. ലീഡേഴ്സ് എഫക്റ്റീവ്നെസ് ഡിപ്പെൻഡ്സ് ഓൺ ലീഡേഴ്സ് സ്റ്റൈൽ ആൻഡ് സിറ്റുവേഷൻ ഫേവറബിൾനെസ്. നമ്മുടെ ഫീഡ്ലറുടെ തിയറി പറയുന്നതാണ് ലീഡേഴ്സിൻ്റെ എഫക്റ്റീവ്നെസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലീഡേഴ്സിൻ്റെ സ്റ്റൈലിനനുസരിച്ചും സിറ്റുവേഷനനുസരിച്ചും ഏത് ലീഡറാണ് എഫക്റ്റീവ് അല്ലെങ്കിൽ ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണ് എഫക്റ്റീവ് എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും എന്നാണ് ബി സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ബി ആണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ ആൻസറായിട്ട് വരിക. ലീഡേഴ്സ് ഷുഡ് ഓൾവേസ് അഡോപ്റ്റ് എ പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ച്. എപ്പോഴും പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ച് വേണം എന്ന് ഫീഡ്ലർ പറയുന്നില്ല. എന്താണോ സിറ്റുവേഷൻ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ അപ്രോച്ച് മാറ്റേണ്ടി വരും എന്നാണ് പറയുന്നത്. സോ സി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ടാസ്ക് ഓറിയൻ ലീഡേഴ്സ് ആർ യൂണിവേഴ്സലി ബെറ്റർ ദാൻ റിലേഷൻഷിപ്പ് ഓറിയൻ ലീഡേഴ്സ്. അതും എന്താണ്, തെറ്റാണ്. ഏതെങ്കിലും ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ ബെറ്റർ ആണെന്ന് ഒരിക്കലും നമ്മുടെ കണ്ടിജൻസി തിയറീസ് ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. സോ എന്താണ് ഫീൽഡറുടെ കണ്ടിജൻസി മോഡൽ എന്ന് പറയുന്നത്? ഫീൽഡറുടെ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു LPC ആയിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. LPC എന്ന് പറഞ്ഞാൽ എന്താണ്, ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ എന്നാണ് LPCയുടെ എക്സ്പാൻഷൻ. ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ സ്കോർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് കൂടുതലാണ് എങ്കിൽ
അദ്ദേഹം ഒരു റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡർ ആയിരിക്കും. അത് കുറവാണെങ്കിൽ അദ്ദേഹം ടാസ്ക് ഓറിയൻറ്റഡ് ലീഡേഴ്സ് ആയിരിക്കും. ഫേവറബിൾ സിറ്റുവേഷനിലും അൺഫേവറബിൾ സിറ്റുവേഷനിലും ലോ LPC ഉള്ള ടാസ്ക് ഓറിയൻറ്റഡ് ലീഡേഴ്സാണ് നല്ലത്. മോഡറേറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ ഹൈ LPC ഉള്ള റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡേഴ്സാണ് നല്ലത്. ഇതാണ് ഫീൽഡർ കണ്ടിജൻസി തിയറീസിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഫേവറബിൾ സിറ്റുവേഷൻ ആണെങ്കിലും അൺഫേവറബിൾ സിറ്റുവേഷൻ ആണെങ്കിലും ലോ LPC ഉള്ള ടാസ്ക് ഓറിയൻറ്റഡ് ലീഡേഴ്സാണ് നല്ലത്. മോഡറേറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ ഹൈ LPC ഉള്ള റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡേഴ്സാണ് നല്ലത്. ഇതാണ് അദ്ദേഹം പറഞ്ഞ തിയറി എന്ന് പറയുന്നത്. സോ ഇതാണ് തിയറി. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നതാണ് ബി ആണ്. ലീഡർഷിപ്പ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ലീഡേഴ്സിൻ്റെ സ്റ്റൈലിനും അനുസരിച്ചും സിറ്റുവേഷൻ്റെ ഫേവറബിൾനെസ്സിനനുസരിച്ചും എന്തായിക്കൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. LPC ആണ് ഇവിടെ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന ലീഡേഴ്സിൻ്റെ സ്റ്റൈൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഫേവറബിൾനെസ് എന്ന് പറയുന്നത് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ മോഡറേറ്റ് ആണോ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ അതാണ് ഫീൽഡറുടെ തിയറി എന്ന് പറയുന്നത്. അടുത്തതും ഒരു ലീഡർഷിപ്പ് തിയറിയാണ്. അടുത്ത ഒരു കണ്ടിജൻസി തിയറീസിൽ വരുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നത് ഹേഴ്സെ ആൻഡ് ബ്ലഞ്ചാർഡിൻ്റെ സിറ്റുവേഷൻ ലീഡർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറിയാണ് സിറ്റുവേഷൻ ലീഡർഷിപ്പ് തിയറി ബൈ ഹേഴ്സെ ആൻഡ് ബ്ലഞ്ചാർഡ്. സോ വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് സിറ്റുവേഷൻ ലീഡർഷിപ്പ് തിയറി? അതൊരു കണ്ടിജൻസി തിയറിയാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സിൻ്റെ ബേസിസിൽ ലീഡർഷിപ്പ് സ്റ്റൈൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ നല്ലതല്ല എന്നായിരിക്കും എല്ലാ സിറ്റുവേഷൻ തിയറിയും പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, മാച്ചിങ് ലീഡർഷിപ്പ് സ്റ്റൈൽ ടു എംപ്ലോയീസ് ഡെവലപ്മെൻറ്റ് ലെവൽ. സോ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്തായിരിക്കണം? എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റ് ലെവലുമായിട്ട് മാറിക്കൊണ്ടിരിക്കണം എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. യൂസിങ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ ഇൻ ഓൾ സിറ്റുവേഷൻ. തെറ്റാണ്. എല്ലാ സിറ്റുവേഷനിലും ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ വേണം എന്ന് ഒരിക്കലും കണ്ടിജൻസി തിയറീസ് പറയില്ല. എൻകറേജിങ് ലെസേഴ്സ് ഫെയർ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്, ഒരിക്കലും അത് പറയില്ല. ലെസേഴ്സ് ഫെയർ, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കണം എന്നതാണ് ലെസേഴ്സ് ഫെയർ അപ്രോച്ച് എന്ന് പറയുന്നത്. അതും തെറ്റാണ്. മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് യൂസിങ് ഇൻട്രിൻസിക് റിവാർഡ്, പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ വഴി ആളുകളെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത് ലീഡർഷിപ്പ് തിയറീസിൽ വരുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു തിയറിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമല്ല. ശരിക്കും എന്താണ്? ആളുകളുടെ എംപ്ലോയീസിൻ്റെ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ്, ഇതിനെ രണ്ടിൻ്റെയും ബേസിസിലാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈൽ മാറേണ്ടത് എന്നുള്ള കാര്യമാണ് ഹേഴ്സെ ആൻഡ് ബ്ലഞ്ചാർഡ് പറഞ്ഞിരിക്കുന്നത്. സോ ഡെലഗേറ്റിംഗ്, സെല്ലിംഗ്, ടെല്ലിംഗ് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ്, ഇത്തരത്തിലുള്ള 4 തരത്തിലാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 4 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് പറഞ്ഞത്. ഡെലഗേറ്റിംഗ്, സെല്ലിംഗ്, പാർട്ടിസിപ്പേറ്റീവ്, ടെല്ലിംഗ്, ഇത്തരത്തിലുള്ള 4 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അത് എന്തിൻ്റെ ബേസിസിലാണ്? ആളുകളുടെ എംപ്ലോയീസിൻ്റെ എബിലിറ്റിക്കും വെല്ലിങ്നെസ്സിനും അനുസരിച്ച് ഇത്തരത്തിലുള്ള 4 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് മോട്ടിവേഷണൽ തിയറി സജസ്റ്റ് ദാറ്റ് മൊറൈൽ ക്യാൻ ഇംപ്രൂവ് വെൻ എംപ്ലോയി പെർസീവ്സ് ഫെയർനെസ് ഇൻ ദ വർക്ക് പ്ലേസ്? അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സി, ഇക്വിറ്റി തിയറിയാണ്. ബാക്കിയുള്ള 3 ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പറയുന്നത്. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത് മനുഷ്യന് 5 തരത്തിലുള്ള നീഡുകളാണുള്ളത്. അത് ഹാപ്പൻ ചെയ്യുന്നത് ഒരു ഹൈറാർക്കിക്കലായിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതിന് തൊട്ട് മേലെയുള്ള നീഡ് നമ്മുടെ മുന്നിലേക്ക് വരികയുള്ളൂ എന്നാണ് ആര് പറയുന്നത്? മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി പറയുന്നത്. അതിനകത്ത് വർക്ക് പ്ലേസിൻ്റെ ഫെയർനെസ് നമ്മൾ പെർസീവ് ചെയ്യുന്നില്ല. അടുത്തതെന്താണ്? ഹേഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറിയാണ്. ഓക്കെ, സോ അടുത്തത് ഹേഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി. അദ്ദേഹം 2 ഫാക്ടറിൻ്റെ ബേസിസിലാണ് മോട്ടിവേഷനെ പറ്റി പറയുന്നത്. മോട്ടിവേഷൻ ഫാക്ടേഴ്സും ഹൈജീൻ ഫാക്ടേഴ്സും. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഉണ്ട് എങ്കിൽ അവിടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ അവിടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല. ഹൈജീൻ ഫാക്ടേഴ്സ് ഉണ്ട് എങ്കിൽ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല. ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഇതാണ് അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത്. സോ 2 തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, മോട്ടിവേഷൻ ഫാക്ടേഴ്സും ഹൈജീൻ ഫാക്ടേഴ്സും. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഉണ്ട് എങ്കിൽ അവിടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ അവിടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല. ഹൈജീൻ ഫാക്ടേഴ്സ് ഉണ്ട് എങ്കിൽ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല. ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഇതിൻ്റെ 2ൻ്റെയും ബേസിസിലാണ് അദ്ദേഹത്തിൻ്റെ 2 ഫാക്ടർ തിയറി എന്ന് പറയുന്ന കാര്യം. ഇക്വിറ്റി തിയറി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വർക്ക് പ്ലേസിനെ അല്ലെങ്കിൽ ഞാൻ എവിടെ ഇരിക്കുന്നു, അയാൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യും. അതിനെയാണ് നമ്മൾ പറയുന്നത് ഇക്വിറ്റി തിയറി എന്ന് പറയുന്നത്. സോ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്തെന്താണ്? മെക്ഗ്രിഗറിൻ്റെ തിയറി എക്സും തിയറി വൈയും ആണ്.
തിയറി എക്സും തിയറി വൈ രണ്ട് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റൈലിനെയാണ് നമ്മൾ പറയുന്നത്. തിയറി എക്സ് ടൈപ്പ് ഓഫ് മാനേജ് എന്ന് പറയുന്നത് വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ട് ആളുകൾ പണിയെടുക്കാനൊന്നും താല്പര്യമില്ല, നമ്മൾ പണിയെടുപ്പിക്കണം എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള മാനേജേഴ്സിനെയാണെന്ന് പറയുന്നത് തിയറി എക്സ് ടൈപ്പ് ഓഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. വർക്കേഴ്സ് റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്ത, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട വർക്കേഴ്സാണ്. അത്തരത്തിൽ ആ രീതിയിലാണ് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് എന്നാണ് മെഗ്രിയർ കൺസിഡർ ചെയ്യുന്നത്. തിയറി വൈ ആകുമ്പോഴോ അവിടെ മാനേജേഴ്സ് കൺസിഡർ ചെയ്യുന്നത് ആളുകൾ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കാൻ താല്പര്യമുള്ള, നന്നായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായിട്ട് ആണ് ആരെ കാണുന്നത്, നമ്മൾ മാനേജേഴ്സ് വർക്കേഴ്സിനെ കാണുന്നത്. അതാണ് മെഗ്രിയറിൻ്റെ തിയറി എക്സും തിയറി വൈയും. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ റിലേറ്റഡ് ടു ടൈലേഴ്സ് കോൺട്രിബ്യൂഷൻ? ടൈലറുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഇതിനകത്ത് ഏതാണ് വരുന്നത്? ടൈലർ എന്ന് പറയുന്നത് ക്ലാസിക്കൽ തിയറിസ്റ്റിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ടൈലറിൻ്റെ തിയറി മെയിൻലി ഫോക്കസ് ചെയ്തത് ഷോപ്പ് ഫ്ലോറിലാണ്, അല്ലാതെ ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടല്ല. ഇദ്ദേഹം ഫോക്കസ് ചെയ്തത് എവിടെയാണ്? ഷോപ്പ് ഫ്ലോറിലാണ്. അദ്ദേഹം ഓവറോൾ ഓർഗനൈസേഷൻ്റെ ഇംപ്രൂവ്മെൻറ്റിനെ പറ്റി അദ്ദേഹം കൺസിഡർ ചെയ്തിരുന്നില്ല. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ് എന്ന് പറയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായാൽ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടേണ്ടതാണ്. സോ ആൻസർ എന്താണ്? ബി 2, 3, 4 ആണ്. പ്രിൻസിപ്പിൾ ആർ ആപ്ലിക്കബിൾ ടു സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷൻ. ഷോപ്പ് ഫ്ലോറിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവൂ എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് അദ്ദേഹം നെഗേറ്റ് ചെയ്യുന്നു. യൂണിറ്റി ഓഫ് കമാൻഡ് ഫോളോ ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഫോളോ ചെയ്യേണ്ട എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിന് പകരം അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ്. എന്താണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അലോങ് വിത്ത് ടെക്നിക്സ് സച്ച് ആസ് മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ 2, 3, 4 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും. സോ ടൈലർ എന്ന് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റുമായിട്ട് ക്ലാസിക്കൽ തിയറീസിൽ വരുന്ന ഒരാളാണ്. സോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? യൂണിറ്റി ഓഫ് കമാൻഡ് അല്ല, നമുക്ക് മൾട്ടിപ്പിൾ കമാൻഡുകൾ വേണം എന്നാണ്, അഥവാ ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് ഷോപ്പ് ഫ്ലോറിലാണ് കുറച്ചുകൂടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അല്ലാതെ ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം. ഓക്കെ, സോ ഇതാണ് ആൻസർ. അടുത്തത് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവായിട്ട് ബന്ധപ്പെട്ട പീറ്റർ ഡക്കർ എന്ന് പറഞ്ഞിട്ടുള്ള മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. സോ എന്താണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്? അതിൻ്റെ സ്റ്റെപ്പുകളാണ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. സോ സ്റ്റെപ്പുകൾ എന്താണെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ശരിക്കും സി ആണ്. എന്നിട്ട് നമുക്ക് സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത്, സോ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമൈനിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ടു എംപ്ലോയീസ്. സോ എംപ്ലോയീസിൻ്റെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? വർക്കേഴ്സിനോട് പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ട്രാൻസ്ലേറ്റിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ടു ദ എംപ്ലോയീസ്. അതായത് ഞങ്ങളിപ്പം എൻ്റെ ഓർഗനൈസേഷന് ഇതാണ് എൻ്റെ ഓർഗനൈസേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നതെന്ന് ഞാൻ ആദ്യം അവരോട് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ എംപ്ലോയീസിനോട് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തതോ, ആ ഒബ്ജക്റ്റീവിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഞാൻ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യും. അവരെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ സ്റ്റിമുലേറ്റിംഗ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയീസ് ഇൻ ഡിറ്റർമൈനിങ് ദ ഒബ്ജക്റ്റീവ്. സോ അവിടെ അവരെ കൊണ്ട് വർക്ക് ചെയ്യിച്ച് ആ ഒബ്ജക്റ്റീവിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരും. പിന്നെ എന്താണ്? മോണിറ്ററിങ് ദ പെർഫോമൻസ്. സോ ആ പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ എന്ത് ചെയ്യും? മോണിറ്റർ ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെയോ, നിങ്ങൾ വർക്ക് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. മര്യാദയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യം പറയും. വർക്ക് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്കതിരെ നടപടികളെടുക്കും. അതാണെന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മുടെ MBAയുടെ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? സി ആണ്. കുറച്ചുകൂടെ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, സോ സി ആണ് ഇതിൻ്റെ ആൻസർ. എ സിറ്റുവേഷൻ that will often involve an apparent conflict between moral and imperatives in which to obey one would result in transgressing others. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് എത്തിക്കൽ ഡിലേമ എന്ന് പറയുന്നത്. സോ എനിക്കൊരു ബിലീഫുണ്ട്, ആ ബിലീഫിന് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ബിലീഫ് കൂടെ ഉണ്ട്. ഇതിനകത്ത് രണ്ടിനകത്ത് ഏത് ഞാൻ സെലക്ട് ചെയ്യാം എന്നുള്ളത് ഒരു ഇഷ്യൂ. സോ ഒന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മറ്റത് ഞാൻ നെഗേറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് വരും, അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു ഇത് വരും. അതിനെയാണ് നമ്മൾ പറയുന്നത് എത്തിക്കൽ ഡിലേമ. ചൂസിങ് ബിറ്റ്വീൻ അൾട്ടർനേറ്റീവ്, അതിനകത്ത് നിന്നുണ്ടാവും ഒരു ഇഷ്യൂ ഉണ്ടാവും, ഒരു എത്തിക്കൽ കൺസേൺ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പറയുന്നത് എത്തിക്കൽ ഡിലേമ എന്ന് പറയുന്നത്. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതാരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്.
കോർഡിനേഷൻ ഇസ് ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? ശരിക്കും കൂൺസ് ആൻഡ് ഡോണലാണ്. അത് നിങ്ങൾ ഫാക്റ്റാണ്, അത് പഠിക്കുക തന്നെ വേണം. സോ ഇതിൻ്റെ ആൻസർ എന്താണ് ശരിക്കും വരിക? കൂൺസ് ആൻഡ് ഡോണലാണ്. പിന്നെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണഗതിയിൽ കൂടുതലായിട്ട് പറയുക, അല്ലെങ്കിൽ നമ്മൾ മാനേജ്മെൻറ്റ് തുടക്കത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആരെയാണ്? കൂൺസ് ആൻഡ് ഡോണലിനെയാണ്. നമ്മുടെ ഈ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കൂൺസ് ആൻഡ് ഡോണലിനെയാണ് കണ്ടിട്ടുള്ളത്. സോ അങ്ങനെയുള്ള ഒരു ഐഡിയ ഉപയോഗിച്ചെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ, റിസ്ക് ആണ്, എപ്പോഴും അത് ശരിയാവണം എന്നില്ല. സോ ഈ ഒരു ആൻസറിലേക്ക് അങ്ങനെ വേണമെങ്കിൽ എത്താം. ഓക്കെ, സോ ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും. The principle of division of work is applicable to a government office where there is a diary dispatch clerk whose job is to receive and send mail, a data entry operator whose task is to input data on the computer. Division of work is also applicable to limited companies where there are separate like production, finance, research and development, etc. Which quality of principle of management is highlighted above? അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് രണ്ട് തരത്തിലുള്ള ഓർഗനൈസേഷനിലും അപ്ലിക്കബിൾ ആണ് എന്ന് പറയുകയാണ്. സോ അതെന്താണ് കാണിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനും ഒരേപോലെ അപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെന്താണ്? അതിൻ്റെ യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റിയാണ് കാണിക്കുന്നത്. സോ ഒരു ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ള പ്രിൻസിപ്പിൾ ഒരു ഗവൺമെൻറ് ഓഫീസിലും അതേസമയം തന്നെ എന്താണ് ഒരു ലിമിറ്റഡ് കമ്പനിയിലും, അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലും ഒരേപോലെ അപ്ലിക്കബിൾ ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ ഒരു പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആവുന്നുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പിൾ എന്താണ്? യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ് എന്നാണ് കാണിക്കുന്നത്. അടുത്തത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇസ് ഒറിജിനേറ്റഡ് ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ഓഫ് ജപ്പാൻ ഇൻ 1954. അതെന്താണ്? കറക്റ്റാണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഒറിജിനേറ്റ് വന്നത് എവിടെയാണ്? ജപ്പാനിൽ തന്നെയാണ് 1954. ഇറ്റ് ഈസ് എ ഫേം വൈഡ് മാനേജ്മെൻറ്റ് ഫിലോസഫി ഓഫ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ബൈ ഫോക്കസിങ് ഓൺ കസ്റ്റമേഴ്സ് നീഡ്സ്. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സിനനുസരിച്ച് നമ്മൾ ഫേം വൈഡ് ആയിട്ട് നമ്മൾ ടോട്ടൽ എന്നുള്ളത് തന്നെ TQM ടോട്ടൽ എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ടോട്ടൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ്? ഒരു ഫേം വൈഡ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ഫോക്കസിങ് ഓൺ കസ്റ്റമേഴ്സ് നീഡ്. സോ കസ്റ്റമേഴ്സിൻ്റെ നീഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള നമ്മുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണെന്ന് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ TQM റിക്വയർസ് ദാറ്റ് കമ്പനി മെയിൻറ്റെയിൻസ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഓൺലി ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ മാത്രമല്ല, പ്രൊഡക്ഷനിലും പ്രോസസ്സിലും ക്വാളിറ്റി അഷുറൻസും ഒക്കെ എന്തിൻ്റെ ഉദ്ദേശമാണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു ഓൺലി എന്നുള്ള വാക്കുണ്ട്, അങ്ങനെ കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടേണ്ടതാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. സോ ആൻസർ എന്താണ്? ഡി ആണ്. അടുത്തത് ദ ഒബ്ജക്റ്റീവ് ഓഫ് TQM ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ് അറ്റ് ദ ഫസ്റ്റ് ടൈം ഓവർ ആൻഡ് ഓവർ അഗെയിൻ. സോ ഇതാണ് അതിൻ്റെ എയിമായിട്ട് വരുന്നത്. സോ ആൻസർ എന്താണ്? ഡി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരും. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് സിക്സ് സിഗ്മ. സിക്സ് സിഗ്മ എന്ന് പറയുന്നത് ലീൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയുന്നത് നമ്മുടെ സിക്സ് സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് സിക്സ് സിഗ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫീച്ചർ? ദർ ഈസ് എ ഡാറ്റ ഡ്രിവൺ അപ്രോച്ച് ടു ഇംപ്രൂവിംഗ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. ലീൻ മാനേജ്മെൻറ്റ് നമ്മൾ കൊണ്ടുവന്നത് തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. സോ എന്താണ്? ഇംപ്രൂവിംഗ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ആണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. ഇറ്റ് സീക്സ് ടു എലിമിനേറ്റ് വേസ്റ്റ് ആൻഡ് ഇംപ്രൂവ് എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ പ്രോസസ്. ലീനിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ആണ്, പിന്നെ ഈ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് കോസ്റ്റ്. നമ്മൾ വേസ്റ്റ് കുറച്ചാൽ തന്നെ നമ്മളെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അസോസിയേറ്റഡ് വിത്ത് ഡിഫക്റ്റ് ആൻഡ് വേരിയേഷൻസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ പ്രോസസ്. ഡിഫക്റ്റും കുറയ്ക്കാൻ വേണ്ടി പറ്റും. നമ്മൾ എലിമിനേഷൻ ഓഫ് വേസ്റ്റും ഡിഫക്റ്റ് കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റാണ്. Six Sigma uses non-statistical tools and method to identify and track causes of defect and variation. ശരിക്കും സിക്സ് സിഗ്മ എന്ന് പറയുന്നത് ഒരു മാത്തമെറ്റിക്കൽ ടൂളാണ്, അല്ലാതെ ഒരു നോൺ മാത്തമെറ്റിക്കൽ അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റിക്കൽ ടൂളല്ല. ശരിക്കും എന്താണ്? ഒരു സ്റ്റാറ്റിക്കൽ ടൂളാണ്, മാത്തമെറ്റിക്കൽ അനാലിസിസ് ആണ് അവിടെ നടക്കുന്നത്. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായാൽ തെറ്റാണ്, ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. സോ ആൻസർ എന്താണ്? ബി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരും. സോ എൻ്റെ ആൻസർ ബി ആണ്. നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ലീൻ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മെയിൻ ഫോക്കസ് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്താണ്? എ ആണ് ആൻസറായിട്ട് വരിക. എന്താണ്? ടു എലിമിനേറ്റ് വേസ്റ്റ് ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. സോ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഏരിയ. ടു മാക്സിമൈസ് പ്രൊഡക്ടിവിറ്റി, ടു മാക്സിമൈസ് വെൽത്ത് ഒക്കെ ഉണ്ട്, കൺഫ്യൂസ്ഡ് ആവരുത്. സോ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ആണ് ഇതിൻ്റെ ലീൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലീൻ പ്രൊഡക്ഷൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡാഷ് ഈസ് ജോബ് ഡിസൈൻ സ്ട്രാറ്റജി ദാറ്റ് ഇൻവോൾവ് ആഡിങ് അഡീഷണൽ ആക്ടിവിറ്റീസ് വിത്തിൻ ദ സെയിം ഹൈറാർക്കിക്കൽ ലെവൽ ടു ആൻ എക്സിസ്റ്റിംഗ് റോൾ. ഹൊറിസോണ്ടൽ ലോഡിംഗ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ലെവലിൽ പണിയെടുക്കുന്ന ഒരാൾക്ക്
നിങ്ങൾ ഒരു പണിയെടുത്ത് മടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇപ്പം ചെയ്യുന്ന പണീൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പണി തരാം എന്ന് പറയുന്നതാണെന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ശരിക്കും അതെന്താണ്? ജോബ് എൻലാർജ്മെൻ്റ് ആണ്. ഓക്കെ, സോ ജോബ് എൻലാർജ്മെൻ്റ് ആണെന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് റോളിനകത്തേക്ക് കൂടുതലായിട്ട് അതേ ലെവലിലുള്ള ഹൈറാർക്കി ലെവലിലുള്ള എക്സിസ്റ്റിംഗ് റോളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് അതേ ലെവലിലുള്ള പണി വീണ്ടും തരികയാണെങ്കിൽ അതാണെന്ന് പറയുന്നത് ജോബ് എൻലാർജ്മെൻ്റ് എന്ന് പറയുന്നത്. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് പ്രൊമോഷൻ പോലെയുള്ള തൊട്ടടുത്ത ഹൈറാർക്കി ലെവലിലേക്ക് നിങ്ങളുടെ പണി പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ പറയുന്നത് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പല സമയങ്ങളിൽ പല ജോലി ചെയ്യൂ എന്ന് പറയുന്നതാണ് ജോബ് റൊട്ടേഷൻ. ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ജോലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ജോബ് എൻലാർജ്മെന്റ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഒരേ ഹൈറാർക്കിക്കൽ ലെവലിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് റോള് അസൈൻ ചെയ്യുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ് എന്താണ്, വിച്ച് ഫോളോയിങ് പേഴ്സൺ വാസ് അസോസിയേറ്റഡ് വിത്ത് മാനേജൽ ഗ്രിഡ് ട്രെയിനിങ്. സോ മാനേജൽ ഗ്രിഡ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് ആരാണ് എന്നാണ് ചോദിച്ചത്. സോ റോബർട്ട് ബ്ലേക്ക് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. സോ ആൻസർ എ ആണ് ഇതിന്റെ ആൻസർ. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റനിൽ കണ്ടതായിരുന്നു മാനേജറൽ ഗ്രിഡ് തിയറി. അതാരാണ് ചോദിച്ചത്, ആരാണ് പറഞ്ഞത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് ഡാഷ് ഇൻവോൾവ് ഡിസൈനിങ് സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ലൈക്ലി ചേഞ്ചസ് ഇൻ റെലവൻറ്റ് എൻവയോൺമെൻറ്റ്. സോ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭാവി എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള പ്ലാനിംഗ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പ്രോ ആക്റ്റീവ് പ്ലാനിംഗ് ആണ് ഭാവി മുൻകൂട്ടി കണ്ട് എൻവയോൺമെൻറ്റ് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഭാവി ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്? പ്രോ ആക്റ്റീവ് പ്ലാനിംഗ് ആണ്. സോ ആൻസർ എന്താണ്? ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സോ പ്രോ ആക്റ്റീവ് പ്ലാനിംഗ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നാരോ സ്പാൻ ഓഫ് കൺട്രോൾ നമ്മൾ വീണ്ടും മുമ്പ് പറഞ്ഞ ഒരേ കാര്യം തന്നെയാണ്. നാരോ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നാരോ സ്പാൻ ഓഫ് കൺട്രോൾ റിസൾട്ട് ഇൻ ടോൾ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഹയർ നമ്പർ ഓഫ് മാനേജ്മെൻറ്റ് ലെവൽ കൂടിയിട്ടുള്ള സ്ട്രക്ചേഴ്സിലാണ് എന്ത് റിസൾട്ട് ചെയ്യുക? നമ്മുടെ നാരോ സ്പാൻ ഓഫ് കൺട്രോൾ റിസൾട്ട് ചെയ്യുക. സോ ആൻസർ എന്താണ്? എ ആണ് ആൻസർ ആയിട്ട് വരിക. ഡിസിഷൻ റോളിൽ വരാത്ത കാര്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡിസിഷണൽ റോളിൽ ഒരിക്കലും ഫിഗർ ഹെഡ് റോൾ വരില്ല. സോ ഫിഗർ ഹെഡ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓൺടർപ്രണർ ആയിക്കോട്ടെ, ഡിസ്റ്റർബൻസ് ഹാൻഡലർ ആയിക്കോട്ടെ, നെഗോഷിയേറ്റർ ആയിക്കോട്ടെ, അവിടെയൊക്കെ എന്ത് വരുന്നുണ്ട്? ഒരു ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള സംഭവം വരുന്നുണ്ട്. സോ 1, 3 and 4 എന്താണ്? ഡിസിഷണൽ റോളാണ്. ഫിഗർ ഹെഡ് റോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഫോർമേഷണൽ റോളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ 2 എലിമിനേറ്റ് ചെയ്യണം ഇതിനകത്ത്. 2 എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് 1, 3, 4 ആൻസർ ആയിട്ട് കിട്ടും. 1, 3, 4 ഇതിൻ്റെ ആൻസർ ആയതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ആൻസർ എന്താണ്? സി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ ഫിഗർ ഹെഡ് റോൾ എന്തല്ല? ഒരു ഡിസിഷൻ റോൾ അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ആൻസർ എന്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും? സിയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് എവരി മാനേജർ ഹാസ് എ പ്ലാനിംഗ് ഫംഗ്ഷൻ ടു പെർഫോം. പ്ലാനിംഗ് എക്സ്റ്റെൻഡ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ്. എന്താണ് ഉദ്ദേശിച്ചത്? സോ എല്ലാ ഓർഗനൈസേഷനിലെ എല്ലാ ലെവലിലും ഈ ഒരു പ്ലാനിംഗ് എന്നുള്ള ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അതിൻ്റെ പെർവേസീവ് നേച്ചറിനെ ആണ് കാണിക്കുന്നത്. സോ എല്ലാ ലെവലിലും ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലിലും ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? ഒരു പെർവേസീവ് ഫംഗ്ഷൻ ആണ് എന്നാണ് കാണിക്കുന്നത്. സോ എന്താണ്? പെർവേസീവ്നെസ് ഓഫ് പ്ലാനിംഗ് ആണ് അത് കാണിക്കുന്നത്. ഓക്കെ, സോ ആൻസർ എന്താണ്? എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വിചാരിച്ചിരുന്നത്. സോ ഏകദേശം ഒരു 35 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല സമയങ്ങളിലായിട്ട് നമ്മുടെ കേരള PSC പല എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കമ്പയർ ചെയ്ത് ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. സോ നമ്മുടെ എക്സാം 27-നാണ്. സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആശംസകൾ പറയുന്നു. സോ കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും ലോജിക് വൈസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അതിനകത്ത് നമ്മുടെ കോമൺ സെൻസിനനുസരിച്ച് ചില കാര്യങ്ങൾ തെറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. മറ്റു കുറച്ച് ഫാക്ച്വൽ സാധനങ്ങളുണ്ട്, അത് നിങ്ങൾ ഫാക്റ്റ് പഠിക്കുക തന്നെ വേണം. സോ അതിനകത്തും ചിലപ്പോൾ എലിമിനേഷൻ വർക്ക് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് വരാം. സോ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് എല്ലാവർക്കും KS Mentor ആശംസകൾ, എൻ്റെയും ഭാഗ ആശംസകൾ. ആൻഡ് താങ്ക് യു.